രാത്രി യോഗത്തിൽ സംബന്ധിക്കുന്ന ബഹുമാന്യ സഹോദരന്മാര്, പിതാക്കന്മാര്, മാന്യ സഹോദരിമാര്, മാതാക്കള്, വിശേഷിച്ച് കുഞ്ഞുങ്ങള്, മണക്കാല തിയോളജിക്കൽ സെമിനാരിയിൽ ദൈവവചനം പഠിക്കുന്ന മാന്യ കർത്തൃദാസന്മാര്, കർത്താവിന്റെ ദാസൻ മനോജ്, അദ്ദേഹത്തിന്റെ കൂടെ വന്ന മാന്യ ദൈവദാസൻ, അദ്ദേഹത്തിന് മലയാളം വശമില്ല, മനോജ് പറഞ്ഞു കൊടുക്കണം. ഞാൻ പറയുന്നതേ പറയാവൂ. പായിപ്പാട് ബൈബിൾ സ്കൂളിലെ ദൈവവചനം പഠിക്കുന്ന പ്രിയ പൈതല് ജിയോബ്, ഈ സ്ഥലം സഭയിൽ കർത്താവിനെ ആരാധിക്കുന്ന ബഹുമാന്യ ദൈവമക്കൾ എല്ലാവർക്കും, ഓൺലൈനിലുള്ളവർക്കും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ സന്ധ്യയില് വന്ദനം. അവിടുന്ന് അനുവദിച്ചത് കൊണ്ട് ഈ സന്ധ്യയിൽ നമുക്ക് ഇങ്ങനെ കൂടുവാൻ ദൈവം ഭാഗ്യം നൽകി. ഓരോ മാസവും ഇങ്ങനെ വേറിട്ടുള്ള ഈ പ്രത്യേക പ്രാർത്ഥന, ഇത് CP രാജു പാസ്റ്റർക്ക് കാശ് കണ്ടവാനം വന്ന് തുള്ളുന്നത് കൊണ്ടൊന്നുമല്ല. അങ്ങനെ ആർക്കെങ്കിലും വല്ല ധാരണയുണ്ടെങ്കിൽ അത് ഈ 7 മണിക്ക് അങ്ങ് നിർത്തുന്നതാണ് നല്ലത്. ഇതിന്റെ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ, ഇത് ചെലവാക്കി ചെലവഴിച്ച് ഇങ്ങനെ ചെയ്യുന്നത് അനേകർ രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെട്ടവരെല്ലാം ദൈവവചനത്തിന്റെ ഉപദേശത്ത് ജീവിച്ച് കർത്താവിന്റെ വരവിലെടുക്കപ്പെടണം. അതിനുവേണ്ടിയാ ഈ ബദ്ധപ്പാടും ഒക്കെ സഹിച്ച് ഇങ്ങനെ യോഗങ്ങൾ ക്രമീകരിക്കുന്നത്. എന്തായാലും ഈ ദിവസങ്ങളിൽ കാലാവസ്ഥ വളരെ പ്രയാസമാണ്. എന്നിരുന്നാലും പകലും ഈ രാത്രിയിലും ഇത്രയും പേർക്ക് ഒന്നിച്ച് സമ്മേളിപ്പാൻ ദൈവം കൃപ നൽകി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ പാസ്റ്ററുടെ ഇളയ മകന്റെ ബ്രദറിലോയാണ് സംഗീത ശുശ്രൂഷ ഇവിടെ ചെയ്യുന്നത്. ആ മാന്യ കുടുംബത്തെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകല് ഞാൻ 1-2 ഫ്യൂണറൽ സർവീസിന് കടന്നു പോകേണ്ടത് കൊണ്ടും പോയത് കൊണ്ടും അല്പം വൈകിയാണ് വന്നത്. അങ്ങനെ വരുവോളെന്ന് നേരത്തെ പറയുകയും ചെയ്തു. പറഞ്ഞതിലും 10 മിനിറ്റ് മുമ്പ് എത്തുകയും ചെയ്തു. എങ്കിലും ഇവിടെ കൂടി വന്നവരുടെ സമയം കവർന്നെടുത്തില്ല. കൃത്യസമയത്ത് പകൽ യോഗം നിർത്തി. രാത്രിയില് അല്പം പകലത്തേക്കാളും അല്പം കൂടെ ഏറെ സമയം വചനം ധ്യാനിക്കാം എന്നുള്ള ചിന്തയോടും പ്രാർത്ഥനയോടുമാ കടന്നു പോയത്. ഇന്ന് രാത്രി അങ്ങനെ വീണ്ടും അവസരം ലഭിച്ചതിനാല് ദൈവത്തിന് മഹത്വം. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പകല് പോയപ്പോ ഞാന് ബഹുമാനപ്പെട്ട രാജാനോട് ചോദിച്ചു, വൈകിട്ടത്തെ യോഗം എപ്പോഴാ നിർത്തേണ്ടത്? അപ്പം എന്നോട് പറഞ്ഞു 8:30, 8:45. അപ്പം അങ്ങനെ പറഞ്ഞത്. അപ്പൊ അങ്ങനെ തന്നെ ഇന്ന് യോഗം നിർത്തുകയും ചെയ്യും. നാളെ കർത്താവിന്റെ വരവ് താമസിച്ചാൽ നമുക്കെല്ലാം വിവിധ ഇടങ്ങളിലാണല്ലോ സഭായോഗം കൂടുന്നത്. ആകയാൽ പല ബദ്ധപ്പാടുണ്ട്. ഞാനും ബദ്ധപ്പാടിന്റെ നടുവില, നിങ്ങൾ എല്ലാവരും ഔവണ്ണം തന്നെ. അതുകൊണ്ട് തുടർന്ന് അല്പസമയങ്ങൾ നമുക്ക് ദൈവത്തിന്റെ വചനം ധ്യാനിക്കാം. ദൈവവചന ധ്യാനത്തിന് അടിസ്ഥാനമായിട്ട് പകല് വായിച്ചത് എല്ലാവർക്കും വളരെ പരിചിതമായ വാക്യമാണ്. അപ്പൊ പകല് വരാത്തവരുണ്ട്. അപ്പൊ അവർക്ക് ചിന്ത ഏത് വാക്യമാണ്. അതുകൊണ്ട് വാക്യം ഇപ്പൊ പറയാം. ശബ്ദമുയർത്തി വായിച്ച് സഹായിക്കണം. ശമൂവേലിന്റെ 2-ാം പുസ്തകം 9-ാം അധ്യായത്തിന്റെ 7-ാമത്തെ തിരുവെഴുത്താണല്ലോ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് നമ്മൾ വായിച്ചത്. ഒരിക്കൽ കൂടി ഒന്ന് വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ശൗലിന്റെ നിലമൊക്കെയും നിനക്ക് മടക്കി തരുന്നു. നീയോ ആമേൻ. 2 പേരോട് ഇഞ്ഞു പോരും. മോൻ അവിടെ ഇരിക്കുകയാണോ അതോ ഇങ്ങോട്ട് വരുന്നോ? അവിടെ അപ്പുറം ഇരിക്കുന്ന അച്ഛനും ഇഞ്ഞു പോരും. അവിടെ വേണമല്ലോ. ശമൂവേലിന്റെ 2-ാം പുസ്തകം 9-ാം അധ്യായത്തിന്റെ 7-ാമത്തെ തിരുവെഴുത്ത. ദാവീദ് അവനോട് ഭയപ്പെടേണ്ട, നിന്റെ അപ്പനാകുന്ന യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനാകുന്ന ശൗലിന്റെ നിലമെല്ലാം ഞാൻ നിനക്ക് മടക്കി തരുന്നു. നീയോ നിത്യം എന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കൊള്ളണം. നമുക്ക് ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം.
ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, വചനത്തിൽ കൂടെ ഇടപെടണം, സന്നിധി ബോധം നൽകണം, പുത്രനെ മഹത്വപ്പെടുത്തണം, ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. കരമുയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. മനം ധനമേ മണ്ണിൻ മഹിമകൾ ഒന്നും ശാന്തിയെ നൽകാതെ, മാനം ധനമേ മണ്ണിൻ മഹിമകൾ ഒന്നും ശാന്തിയെ നൽകാതെ, ദാനം പെരുകും തണ്ണീരൊഴികെ ലോകം വേറേതരികിൽ അറിയ, ദാനം പെരുകും തണ്ണീരൊഴികെ ലോകം വേറെ തരികിൽ അറിയ, ഒന്നേ എനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ, ഒന്നേ എനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ, അന്നേരം ഒന്നയകലും വെയിലിൽ ഹിമം പോ, അന്നേരം പകലും വെയിലിൽ ഹിമം പോലൊന്നേയുള്ളിൽ യേശുവിൻ സന്നിധി അണയുവതേ, ഉലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. വളരെ അനുഗ്രഹപ്രദമായ ഈ സന്ധ്യയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനം നമുക്ക് ഇന്ന് രാത്രി അല്പസമയം കൊണ്ട് ധ്യാനിക്കാം. ശമൂവേലിന്റെ 2-ാം പുസ്തകം 9-ാം അധ്യായത്തിന്റെ 7-ാമത്തെ തിരുവെടുത്ത. പകല് മുഖവരയായിട്ട് ചില കാര്യങ്ങള് ദൈവവചനത്തിൽ നിന്ന് ചിന്തിച്ചു. ഇടയ്ക്ക് ക്ഷമാപണത്തോടെ ഒരു കാര്യം ഒന്ന് പറയുകയാണ്. പാസ്റ്ററോട് നേരത്തെ അനുവാദം വാങ്ങിച്ചില്ല എങ്കിലും ഒന്ന് പറയുക. നാളെ വൈകുന്നേരം തിരുവല്ല ഹെബ്രോൻ ചർച്ച് വെച്ച് ഒരു സ്പെഷ്യൽ മീറ്റിംഗ് 5 മുതൽ 8:30 വരെ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുക. അപ്പം അതുകൂടെ പാസ്റ്റർ അനുവാദം ചോദിക്കാതെ അങ്ങ് പറഞ്ഞത്. എല്ലാവരെയും ഇവിടെ കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ക്ഷണിക്കുക. താല്പര്യമുള്ള എല്ലാവരും സാഹചര്യം അനുവദിക്കുന്നെങ്കിൽ പ്രാർത്ഥനയോടെ വന്ന് സംബന്ധിക്കണമെന്ന് വളരെ വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും കർത്തൃനാമത്തിൽ ക്ഷണിക്കുന്നു. നാളെ സഭായോഗം കഴിഞ്ഞ് 5 മണിക്ക് 8:30 യോഗം തീരും. ഇവിടെ വായിച്ച് കേട്ടത്, ദാവീദ് അവനോട് ഭയപ്പെടേണ്ട, നിന്റെ അപ്പനാകുന്ന യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ചു, നിന്റെ അപ്പനാകുന്ന ശൗലിന്റെ നിലവല്ല ഞാൻ നിനക്ക് മടക്കിത്തരും, നീയോ നിത്യം എന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. നമുക്കറിയാം ശമൂവേലിന്റെ പുസ്തകം, ഈ വേദപുസ്തകത്തിലെ മൊത്തം എത്ര പുസ്തകമാണെന്ന് എല്ലാവർക്കും അറിയാം. എത്രയാ? 66. പഴയ നിയമം 39, പുതിയ നിയമം 27. പഴയ നിയമ പുസ്തകം എങ്ങനെയാ സാധാരണ തരംതിരിച്ച് പഠിക്കുന്നത്? ആദ്യത്തെ 5 പുസ്തകം മോശയുടെ പഞ്ചഗ്രന്ഥം, പിന്നീട് ചരിത്ര പുസ്തകം, സംഗീത പുസ്തകം, പ്രവചന പുസ്തകം, അങ്ങനെയാണ് മലാഖി വരെ. പുതിയ നിയമത്തിലെ 27 പുസ്തകം, ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകമാണ്. അത് 4 പുസ്തകം യേശുക്രിസ്തുവിന്റെ ചരിത്രവും 5-ാമത്തെ പുസ്തകം ആദിമസഭയുടെ ചരിത്രവും കൂടാ. പിന്നെ 21 ലേഖനങ്ങളാ, അത് മുഴുവൻ ഉപദേശ വിഷയങ്ങളാ. ഒടുവിൽ വെളിപ്പാട് പുസ്തകം. ഇങ്ങനെയാണ് 66 പുസ്തകം. 40 എഴുത്തുകാര് ഏതാണ്ട് 1600 കൊല്ലം കൊണ്ട് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്ന് എഴുതിയതായി പുസ്തകം. ഇവര് പലരും തമ്മിൽ കണ്ടിട്ടുമില്ല, പല നൂറ്റാണ്ട് ജീവിച്ചിരുന്നവരാ. പക്ഷെ എഴുതി വന്നപ്പോൾ ഇതെല്ലാം ഒത്തെന്നുള്ളതായി പുസ്തകത്തിന്റെ വിശേഷം.
അപ്പോൾ ഈ പുസ്തകത്തെ പറ്റി ഒത്തിരി പറയാനുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമായ വേദപുസ്തകത്തെ പറ്റി ചില കാര്യങ്ങൾ പറയുന്നത്. ഇന്ന് അതിനല്ലല്ലോ മുതിരുന്നത്, അതിനുള്ള യോഗവുമല്ല. എന്നാൽ ഈ പുസ്തകത്തിൽ വേറൊരു വിശേഷത, ഈ സത്യവേദ പുസ്തകം 66 പുസ്തകത്തിൽ ഇരട്ട പുസ്തകങ്ങളുണ്ട്. ഇരട്ട പുസ്തകം ഏതൊക്കെയാ? സാറ് പറയരുത്. ശമൂവേലിന്റെ 2 പുസ്തകം, പിന്നെ രാജാക്കന്മാരുടെ 2 പുസ്തകം, പിന്നെ ദിനവൃത്താന്തങ്ങളുടെ 2 പുസ്തകം, പിന്നെ കൊരിന്ത്യർക്ക് എഴുതിയ 2 പുസ്തകം, പിന്നെ തെസലോനിക്കർക്ക് എഴുതിയ, പിന്നെ തിമോത്തിയോസിന് എഴുതിയ, പിന്നെ യോഹന്നാന്റെ പത്രോസിന്റെ അത്രയൊക്കെ ഒക്കുന്നല്ലോ. അപ്പൊ ഇങ്ങനെ ഈ പുസ്തകത്തിൽ ഇരട്ട പുസ്തകങ്ങൾ ധാരാളമുണ്ട്. ആ ഇരട്ട പുസ്തകം ആരംഭിക്കുന്നത് ശമൂവേലിന്റെ പുസ്തകമാണ്. 1, 2 പുസ്തകം, 2 പുസ്തകം. ചിലരെ 1 ശമൂവേല് 2 ശമൂവേൽ എന്ന് പറയും. അതിൽ നല്ലത് ശമൂവേലിന്റെ 1-ാം പുസ്തകവും ശമൂവേൽ 1 ഉള്ളൂ. പിന്നെ നമുക്ക് ബഹുമാനപ്പെട്ട സാറിനെയും കിട്ടിയിട്ടുണ്ട്. എനിക്ക് സാർ ഇരിക്കുമ്പോൾ പ്രസംഗിക്കുന്ന പേടിയാ. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ ഇരട്ട പുസ്തകങ്ങളിൽ ആദ്യത്തെ പുസ്തകമായ ശമൂവേലിന്റെ 1-ാം പുസ്തകം. ഇനി വന്നാട്ടെ, ഇവിടെ സീറ്റുണ്ട്, വന്നാട്ടെ. അപ്പോൾ ശമൂവേലിന്റെ 2 പുസ്തകം, 1-ഉം 2-ഉം പുസ്തകം. ഇനി ശ്രദ്ധിച്ചേ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദ്യം ചോദിക്കും. എന്റെ രീതികൾ അങ്ങനെ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുകയല്ല. സാറിന് ഇഷ്ടപ്പെടും, കാരണം ആ നിലയിൽ ഔദ്യോഗിക രംഗത്ത് ഇരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് അറിയാം. അത് ചോദ്യം ചോദിക്കുന്നത് എന്തിനാണ് സാറിന് അറിയാമല്ലോ. അങ്ങ് പറഞ്ഞു പോകുന്നതിൽ നല്ലത് ഇടയ്ക്ക് ചോദിക്കുന്നത്, പറയുന്നതെല്ലാം ഗ്രഹിക്കുന്നുണ്ടോ? ഷണ്ണനോട് പീലിപ്പോസ് ചോദിച്ചു, ഇങ്ങനെ വായിച്ചു വിടാതെ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞ പോലെ ഇടയ്ക്ക് ചോദ്യമൊക്കെ ചോദിക്കും. അത് ആരോടാന്ന് ശ്രദ്ധിച്ചിരുന്നോണം. എനിക്കറിയാം ആരോടാ ചോദിക്കേണ്ടതെന്ന്. അപ്പോൾ ശമൂവേലിന്റെ 1-ാം പുസ്തകം എത്ര അധ്യായം? നോക്കാതെ പറ. നോക്കരുത്, നോക്കുന്ന ഞാൻ കണ്ടു പാട്ടുകാരി. എത്ര അധ്യായമുണ്ട്? ആദ്യത്തെ പുസ്തകം 31 അധ്യായങ്ങൾ. 2-ാമത്തെ പുസ്തകം 24 അധ്യായങ്ങൾ. ഞങ്ങളുടെ ഖബ്രോ സഭയിൽ നിന്നും ചില പ്രിയപ്പെട്ടവർ വന്നിട്ടുണ്ട്. അപ്പോൾ 1-ാമത്തെ പുസ്തകം 31 അധ്യായം, 2-ാമത്തെ പുസ്തകം 24 അധ്യായങ്ങളാണ്. ഇപ്പൊ നിങ്ങളില് ചിലരിപ്പൊ ചിന്തിക്കും, ഉണർവ് യോഗം എന്നാ പറഞ്ഞത്, ഇപ്പം ബൈബിൾ ക്ലാസ് പോലെ ആണല്ലോ പോകുന്നത് എന്ന് ഒരു ചിന്ത ചിലർക്ക് വരാതില്ല. നോക്കട്ടെ. അപ്പോൾ 1-ാമത്തെ പുസ്തകം പ്രധാനമായിട്ട് 2 പേരെയാ അതിനകത്ത് പ്രതിപാദിക്കുന്നത്. 1 ശമൂവേല്, 2 ഇസ്രായേലിലെ ആദ്യത്തെ രാജാവ് ശൗല്. എന്ന് പറഞ്ഞാൽ ശമൂവേലിന്റെ ജനനവും ശൗലിന്റെ മരണം, ഇങ്ങനെ ഈ പുസ്തകം തീരുക. ഏതാണ്ട് കണക്ക് സാധാരണ എടുത്താൽ 110 വർഷം. 110 വർഷം. ശമൂവേലിന്റെ ജനനം, ഒടുവിൽ ശൗലിന്റെ മരണം. ആദ്യത്തെ രാജാവ് ശൗലിന്റെ മരണം. ആ ഭാഗത്തേക്കൊക്കെ പിന്നെ വരുന്നുണ്ട്, നമുക്ക് ചിന്തിക്കാം. അപ്പൊ ശൗല് മരിച്ചു. 2-ാമത്തെ പുസ്തകം 24 അധ്യായമായി ശമൂവേലിന്റെ 2-ാം പുസ്തകം. നമ്മൾ 2-ാം പുസ്തകത്തിൽ നിന്ന് പൂർവാക്യം വായിച്ച്. 2-ാമത്തെ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം ദാവീദിന്റെ ഭരണമാണ്. ഏതാണ്ട് 40 വർഷത്തെ ചരിത്രമാണ് 2-ാം പുസ്തകത്തിൽ. 40 വർഷം. ദാവീദ് എത്ര വർഷമാ ഭരിച്ചത്?
എങ്ങനെയൊക്കെ? ഉറക്കെ പറ. ശരിയാ. അപ്പൊ ഒത്തിരി സ്ഥലത്ത് പുള്ളി ഭരിച്ചതായിട്ടുണ്ടല്ലോ. ഏഴ് വർഷം. ഏ ആ അപ്പോ ഹെബ്രോനിലും യെറൂശലേമിലുമായിട്ട് 40 വർഷം. അതിൽ 7 33. അങ്ങനെ 33 7 പറഞ്ഞു 40. എനിക്ക് കണക്കുകളൊക്കെ പെട്ടെന്ന് കൂട്ടാൻ അല്പം ബുദ്ധിമുട്ടാണ്. നിങ്ങൾ കൂട്ടി പെട്ടെന്ന് പറയണം. അപ്പൊ അങ്ങനെ 40 വർഷം ദാവീദ് ഭരിച്ചു. ഈ കാര്യമാണ് ശമൂവേലിന്റെ 2-ാം പുസ്തകത്തിലെ പ്രധാന വിഷയം. 1-ാം പുസ്തകത്തിൽ ശമൂവേലിന്റെ ജനനം മുതൽ ആദ്യ രാജാവാകുന്ന ശൗലിന്റെ മരണം വരെ ഏതാണ്ട് 115 വർഷം. 2-ാം പുസ്തകത്തിൽ ദാവീദിന്റെ ഭരണമാണ്. എല്ലാം കൂടെ ഒരു 40 വർഷത്തെ ചരിത്രം. ഈ 2-ാം പുസ്തകം എല്ലാം ഞാൻ വിവരിക്കുന്നില്ല. പുസ്തകത്തെ പറ്റി ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുന്നതല്ലയോ നല്ലത്. പണ്ട് ഞങ്ങള് ലഘുലേഖ കൊടുക്കാൻ പോയപ്പോ ഒരപ്പച്ചനെ കൊണ്ട് കൊടുത്തു. അപ്പച്ചൻ ചോദിച്ചു, എന്തുവാ മോനെ ലഘുലേഖ? എന്തുവാ എഴുതിയേക്കുന്നത്? അയ്യോ അപ്പച്ചാ ഞങ്ങൾ വായിച്ചില്ല. നീയൊക്കെ വായിക്കാത്തതാണോടാ നാട്ടുകാരെ വായിപ്പിക്കാൻ? പോയി വായിച്ചു പാടാന്ന് പറഞ്ഞു. നാരങ്ങാവെള്ളം എടുക്കുന്ന കണ്ടതാ, കുടിക്കാനൊത്തില്ല. അല്ല അതിന്റെ അബദ്ധം കണ്ടോ നമ്മൾ വായിക്കാത്തത് മറ്റുള്ളവരെ? അപ്പൊ ആദ്യം നമ്മൾ ഇത് വായിക്കണ്ടേ? അപ്പൊ ഇതിനകത്ത് എന്തുവാ സംഭവം എന്ന് നമ്മളൊന്നും അറിയണ്ടായോ? അപ്പൊ അതുകൊണ്ട് ഒരു മുഖവരെ പറയുന്നതേ ഉള്ളൂ. അപ്പൊ 24 അധ്യായമായ 2-ാമത്തെ പുസ്തകത്തിൽ, ഈ പുസ്തകത്തില് ഇത് 2 ഭാഗമായിട്ടാണ് സാധാരണ പഠിപ്പിക്കുന്നത്. 1 മുതൽ 12 വരെ ദാവീദ് ജയിച്ചടക്കിയതും ദാവീദിന്റെ വിജയങ്ങളാണ്. എന്നാൽ 13 മുതൽ 24 വരെ നമ്മൾ ശാന്തമായിട്ട് പഠിച്ചാൽ പരാജയവും വീഴ്ചകളും അനുതാപവും മടങ്ങിവരുമൊക്കെ ആ അധ്യായങ്ങളിൽ കാണാം. ഏത് മനുഷ്യന്റെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കാം. ഈ ശമൂവേലിന്റെ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത, രാജാവിനെ വാഴിച്ച് ആ രാജാവ് ഭരിക്കുമ്പോൾ ആടും ഇടയനും എന്നുള്ള നിലയിലാണ് ദൈവം ഇത് കണക്കാക്കുന്നത്. അതിന് വേറെ പുസ്തകത്തിൽ ആദ്യമായിട്ട് രാജാക്കന്മാരുടെ ഭരണത്തോടുള്ള ബന്ധത്തിൽ ഒരു പദം കൊടുത്തിട്ടുണ്ട്. ശമൂവേലിന്റെ പുസ്തകത്തില മേയിക്കുക എന്ന, ഭരിക്കുക എന്നല്ല, മേയിക്കുക. അങ്ങനെ 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യമാണെന്ന് തോന്നുന്നു. ഒന്ന് വായിച്ചേ. ആ ആ ആ മതി. നീ എന്റെ ജനമാകുന്ന ഇസ്രായേലിനെ മേയിക്കുക. അപ്പൊ രാജാവിനോട് ഭരിക്കണമെന്നല്ല പറഞ്ഞേക്കുന്നത്, മേയിക്ക. ആടും ഇടയനും. ആട്ടിൻകൂട്ടത്തെ പോലെ യോസേഫിനെ നടത്തുന്നതിനായി ഇസ്രായേലിന്റെ ഇടയൻ. അപ്പൊ മേയിക്കുക എന്നുള്ള പദം ഈ ശമൂവേലിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അത് രാജാക്കന്മാരോട് ബന്ധപ്പെട്ട്. മാത്രമല്ല ഈ പുസ്തകത്തിൽ വേറൊരു വിശേഷത, ആ ഭാഗത്ത് ഞാൻ പിന്നെ വരുന്നെങ്കിലും ഒന്ന് സൂചന തരിക. ഈ നമുക്കും പ്രവാചകന്മാർക്കും ഒക്കെ തെറ്റ് പറ്റും. പക്ഷെ നമ്മളത് സമ്മതിക്കുകയല്ല. നമുക്ക് തെറ്റ് വരും. അപ്പൊ ഈ പ്രവാചകന്മാർ പറയുന്നതെല്ലാം അങ്ങ് എടുക്കരുത്. സന്ദർഭം നോക്കി, സാഹചര്യം നോക്കി, ഡ്രസ് നോക്കി, വീട് നോക്കി, വണ്ടി നോക്കി, ജോലി നോക്കി ഒക്കെ മനസ്സിലായല്ലോ. അയ്യോ, അപ്പൊ അതൊന്നും കണ്ട് നിങ്ങൾ പെട്ടുപോകരുത്.
വളരെ സൂക്ഷിച്ചു വേണം, വിവേചിക്കണം. ആ പാഠം ഈ ഷൗമേന്റെ പുസ്തകത്തിൽ തരുന്നുണ്ട്. പിണങ്ങാതിരിക്കാൻ ഒരു കാര്യം പറയാം, പിണങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. വലിയ വലിയ പ്രവാചകന്മാരൊക്കെ ആദ്യം ആൾക്കാരെയൊക്കെ ഒന്ന് നോക്കും, വരുന്ന വണ്ടി, ഇട്ടിരിക്കുന്ന ഡ്രസ്സ്, പിന്നെ ചിലപ്പം ജോലിയും ബിസിനസ് ഒക്കെ ആണോ എന്നൊക്കെ ഒന്ന്, എല്ലാരും അല്ലെങ്കിലും ഒക്കെ അതനുസരിച്ച് ആ ദൂതും വരുന്നത് കണ്ടിട്ടുമുണ്ട്, കേട്ടിട്ടുമുണ്ട്. ചില അങ്ങനെ പറയൂലോ, മകന് ചില പ്രൊജക്റ്റുകൾ. അപ്പൊ അറിയാം പുള്ളി ഒത്തിരി പ്രൊജക്റ്റുമായിട്ടാണ് ഇപ്പൊ യോഗത്തിന് വന്ന് ഇരിക്കുന്നത്. റബ്ബർ വെട്ടുന്നവന്റെ തലയൊക്കെ വെച്ച് എന്തോ പ്രൊജക്റ്റ് പറയാനാ. കൂടി വന്നാൽ പുതിയൊരു കത്തി മേടിക്കും, 10 റബ്ബറും കൂടെ. അപ്പൊ തരം നോക്കി, ആള് നോക്കി, ഡ്രസ്സ് നോക്കി, ജോലി നോക്കി, മുഖം നോക്കി, വണ്ടി നോക്കി, പണം നോക്കി, വീട് നോക്കി ഒക്കെ പറയും. അതിന് ഒരു വലിയ ദൃഷ്ടാന്തം ഈ പുസ്തകത്തിലുണ്ട്. നിങ്ങളാണ്ട് 7-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നീ ചെന്ന് നിന്റെ മനസ്സിലുള്ളതൊക്കെയും, ഇങ്ങോട്ട് നോക്കിക്കേ, പ്രവാചകൻ പറയുക. ആരോട്? ആരോടാ പറഞ്ഞേ? രാജാവിനോട്, ദാവീദ് രാജാവിനോട്. നാഥാൻ രാജാവോ? നാഥാൻ രാജാവിന്. അങ്ങനെ തെളിച്ച് ക്ലിയർ ആയിട്ട് പറഞ്ഞു. അപ്പോൾ പ്രവാചകനാകുന്ന നാഥാൻ രാജാവാകുന്ന ദാവീദിനോട് പറയുക, നീ ചെന്ന് നിന്റെ മനസ്സിലുള്ളതൊക്കെയും, ഇങ്ങോട്ട് നോക്കിക്കേ, പ്രവാചകനായി പറഞ്ഞു കൊടുക്കുന്നേ. നീ ചെന്ന് നിന്റെ മനസ്സിലുള്ളതൊക്കെ. അപ്പൊ അതാ മേളത്തെ വാക്യം വായിച്ചെങ്കിൽ എന്തുവാ മനസ്സിലുള്ളത്? വായിച്ച 1 മുതല്. യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി രാജാവിന്, മഹാരാജാവാകുന്ന ദാവീദിന് സ്വസ്ഥത നൽകിയ ശേഷം രാജാവ് തന്റെ അരമനയിൽ വസിക്കും കാലത്ത് ഒരിക്കൽ രാജാവ് നാഥാൻ പ്രവാചകനോട്, ഇതാ ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ ദൈവത്തിന്റെ പെട്ടകമോ തിരശ്ശീലയ്ക്ക് അകത്ത് എങ്ങനുണ്ട്? അത് വായിച്ചാൽ ഇതാ ദാവീദ് രാജാവ് പറയുക, ഞാന് അരമനക്കകത്ത്, ദേവദാരു കൊണ്ടുള്ള അരമനക്കകത്ത് പാർക്കുന്നു, ദൈവത്തിന്റെ പെട്ടകം തിരശ്ശീലയ്ക്കകത്ത് ഇരിക്കുന്നു. അപ്പൊ പ്രവാചകനോട് പറയുക, എനിക്ക് ഒരാലയം പണിയണം. അന്നാലും പ്രവാചകൻ പറയാ, നിന്റെ മനസ്സിരിക്കുന്നത് പോലെ പോയി. ഇവരുടെ 2 പേരുടെ മനസ്സിലുള്ളത് ദൈവത്തിന് ഇഷ്ടമല്ലായിരുന്നു. പ്രവാചകന്റെ മനസ്സിലുള്ളതും രാജാവിന്റെ മനസ്സിലുള്ളതും രണ്ടും ദൈവഹിതമല്ല. അല്ലെന്നുള്ളത് അടുത്ത വാക്യം താഴോട്ട് വായിച്ചേ. എന്നാൽ പിടുത്തം കൂടി ദൈവം. എന്നാൽ അന്ന് രാത്രി പുള്ളി ദാവീദിനോട്, രാജാവിനോട് പ്രവചനമൊക്കെ പറഞ്ഞു. കുഴപ്പമില്ല മഹാരാജാവേ, നാളെ തന്നെ പണി ആരംഭിച്ചു, പ്രാർത്ഥനയിൽ ഞാനും പിന്നിൽ. ഇങ്ങനത്തെ പ്രവചനം കേൾക്കുമ്പം രാജാവിനും സന്തോഷം. സന്തോഷം. നമ്മൾ ചെയ്യുന്നതെല്ലാം നല്ലതാണെന്ന് പറയുന്നത് നമുക്ക് സന്തോഷമല്ലേ? എല്ലാവർക്കും അങ്ങനെ. അത് അന്യഭാഷ പറഞ്ഞു വെച്ചാൽ പറയുന്നെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റ് ആകും. അല്ലാതെ അന്യഭാഷ പറയാന്ന് പറഞ്ഞത്. പണ്ട് ഞങ്ങളുടെ ഒരു വേവിച്ചാൻ പറയായിരുന്നു, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ്, അനീഷ് കുമാറെ, ഇവിടെ ആര് വന്ന് പ്രാർത്ഥിച്ചാലും ഞാൻ 50 രൂപയെ കൊടുക്കുകയുള്ളൂ. അത് അന്യഭാഷ പറഞ്ഞു പ്രാർത്ഥിച്ചാലും. അന്യഭാഷ വേവിച്ചാൻ ഇപ്പോഴും ഉണ്ട്. എന്നാലും ഞാൻ പോയി കണ്ടു. അതൊരു രസകല്ല. ഇവിടെ ആര് വന്ന് പ്രാർത്ഥിച്ചാലും ഞാൻ 50 രൂപയെ കൊടുക്കുകയുള്ളൂ. അത് അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിച്ചാലും, ശാസിച്ച് പ്രാർത്ഥിച്ചാലും, ശാന്തമായി പ്രാർത്ഥിച്ചാലും. പക്ഷെ അനീഷ് കുമാറിന് ഞാൻ ഇന്ന് 150 തരുമെന്ന്. അതാ. അപ്പൊ ഈ പ്രവചനം പറയുമ്പം അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എഫക്റ്റാ. ദാവീദിന്റെ ഹൃദയത്തിലെ ആഗ്രഹം, എനിക്ക് ദൈവത്തിന് ഒരു ആലയം പണിയണം,
ഞാൻ ദേവദാരി കൊണ്ടുള്ള അരമനയ്ക്കകത്ത് പാർക്കുന്നു. ദൈവത്തിന്റെ പെട്ടകമോ തിരശീലയ്ക്കകത്ത് ഇരിക്കുന്നു. ഇത് 4-ാം പ്രവാചകനോട് പറഞ്ഞു. എന്റെ അഭിപ്രായം. അന്നേരം പ്രവാചകൻ പറഞ്ഞു, അതിന്റെ മനസ്സിലുള്ളതുപോലെ. എന്തൊരു സന്തോഷം. പക്ഷെ അന്ന് രാത്രി ദൈവം നാഥാനെ പിടികൂടി. ഒന്നുകൂടെ വായിച്ച. അന്ന് രാത്രി യഹോവയുടെ അരുളപ്പാട്. അപ്പൊ ദാവീദ് പറഞ്ഞത് യഹോവയുടെ അരുളപ്പാടല്ല, നാഥാൻ പറഞ്ഞതും യഹോവയുടെ അരുളപ്പാടല്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ പ്രവാചകനാന്നേലും രാജാവാന്നേലും സെൻട്രൽ പാസ്റ്റർ ആന്നേലും ലോക്കൽ പാസ്റ്റർ ആന്നേലും കൗൺസിൽ മെമ്പർ ആന്നേലും ഓവർസിയർ ആന്നേലും സൂപ്രണ്ട് ആന്നേലും എല്ലാം ഒന്നും പറയുന്ന ദൈവഹിതമല്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല? നമ്മൾ ഓർക്കുന്ന ഓവർസിയർ പറയുന്നതെല്ലാം, സൂപ്രണ്ട് പറയുന്നതെല്ലാം, IPCയുടെ പ്രസിഡന്റ് പറയുന്നതെല്ലാം, കൗൺസിൽ മെമ്പർമാര് കൗൺസിൽ കൂടി പറയുന്നതല്ല. അന്ന് രാത്രി ദൈവം ഇടപെട്ടു. ദൈവം അന്ന് രാത്രി ഇടപെട്ടു. ദൈവം നാഥാനോട് പറഞ്ഞത് ഓടിച്ചു വായിച്ചു. നിങ്ങൾ രണ്ടുകൂടെ പകല് പണ്ട് ഒരു പേപ്പറിൽ ഒരു ന്യൂസ് വന്ന് നിങ്ങൾ വായിച്ചോന്ന് അറിയത്തില്ല. ആരുടെ കാര്യമായി എന്താണെന്നൊന്നും ഞാൻ പറയത്തില്ല, പേര് പറയത്തില്ല. പേപ്പറിൽ ഇങ്ങനെ അളിയനും കൂടെ അളിച്ചു വാരിയെന്ന് പേപ്പറിൽ കണ്ടൊരു ഹെഡിങ്. സാർ ഓർക്കുന്നുണ്ടോന്ന് എനിക്ക് തോന്നുന്നു. മനസ്സിരുത്തിയാലൊന്നും ഓർക്കും. കുറച്ച് പഴയ ആൾക്കാർക്ക് അറിയാം. അളിയനും കൂടെ അളിച്ചു വാരി എന്ന് പറഞ്ഞത് പോലെ ഞാൻ അങ്ങിടുക. അളിയനും കൂടെ ദൂതുമൊക്കെ പറഞ്ഞ് ബലപ്പെട്ടു. പക്ഷെ അന്ന് രാത്രി ദൈവം ഇടപെട്ടു. അന്ന് രാത്രി ദൈവം നാഥാനോട് ഇടപെട്ടു. നീ ചെന്ന് അപ്പം പകല് നമ്മൾ രണ്ടും പറഞ്ഞത് ദൈവത്തിന്റെ ഹിതമൊന്നും. നിന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു, എന്റെ അഭിപ്രായം ഞാനും പറഞ്ഞു. അങ്ങനെ നമ്മൾ പിരിഞ്ഞത്. പക്ഷെ ദാവീദ്, ഇന്നലെ രാത്രി ദൈവം എന്നോട് ഇടപെട്ടു. ദൈവം എന്നോട് ഇന്നലെ രാത്രി ഇടപെട്ടു. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, നീ ദൈവത്തിന്റെ ആലോചനാ സഭയിൽ നിൽക്കണം. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലെത്തിക്കും. എന്റെ വലങ്കയ്ക്ക് നീ എന്നെ പിടിക്കുമെന്ന ദൈവത്തിന്റെ ആലോചനയ്ക്കും ദൈവത്തിന്റെ ഹിതത്തിനും വേണം ഓരോ ചുവട് വെക്കുവാൻ. എന്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെ. അതുകൊണ്ട് എന്റെ കാൽ വഴുതിയില്ല. ആമേൻ, സ്തോത്രം. ദൈവത്തിന്റെ വചനപ്രകാരം, ദൈവാലോചന പ്രകാരം ചുവട് വെച്ചാൽ നിന്റെ കാല് വഴുതുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നീ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നീ പതറിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നേർനിലത്തൂടെ നിന്നെ നടത്തും. അവർ പാർപ്പാൻ തക്ക പട്ടണത്തിലെത്തേണ്ടതിന് അവനവരെ ചൊവ്വയുള്ള വഴി നടത്തി. ദൈവത്തിന്റെ വഴി തികവുള്ള വഴി. ദൈവത്തിന് മഹത്വം. നേരുനിര പാമ്പഴിയോ നീണ്ട നാട് യോ ഗുരുദോ. നേരുനിര പാമ്പഴിയോ നീണ്ട നാട് യോ ഗുരുദോ. പാരും ഓടുന്നതോ പരിധിയിലോ ഭാഗ്യങ്ങളോ നിന്റെ നിത്യം നാട് തീടണ നിന്റെ ഗീതം. ചേർന്ന് പാട്. അഗ്നിമേഘ ഊണുകള അടിയാനെ നടത്തി. അടിയാനെ എന്നും നടത്തി. അനുദീനം ഇരുന്നോ അപ്പനെ സാക്ഷിക്കും. നിന്റെ നിന്റെ ഗീതം പോലെ നിത്യം നാളെ നിന്റെ
ഗീതം പോലെ എന്നെ നിത്യം നാട് തീരാവേ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. പ്രിയരെ, മാനുഷിക ആലോചനയല്ല, ദൈവത്തിന്റെ ആലോചന പോലെ പോണം. ദാവീദിന്റെ ഹൃദയത്തിൽ തോന്നിച്ചത് തന്റെ സ്വന്തം മനസ്സിൽ നിന്നുള്ളതാണ്. നാഥാൻ സപ്പോർട്ട് പറഞ്ഞത് രാജാവല്ലേ. പുള്ളി ആലയം പണിയണമെന്ന് ചിന്തിക്കുമ്പം ഞാൻ അതിനെതിരെങ്ങനെ, അതാണ് നാനാ പറഞ്ഞാൽ നിന്റെ മനസ്സിലുള്ളത് പോലെ. ഇത് രണ്ടും ദൈവഹിതമല്ല. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ചിന്തിക്കുന്നതെല്ലാം ഒന്നും ദൈവഹിതമല്ല. പ്രവാചകന്മാര് പ്രവചനം പറയുന്നത് എല്ലാം ഒന്നും, അതൊക്കെ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചു വേണം ഓരോ ചുവടും വെക്കാൻ. അപ്പൊ ഈ പുസ്തകത്തിന് ഒത്തിരി വിശേഷതയുള്ളതിന് രണ്ട് കാര്യം പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ആ ഭാഗം വിട്ടേക്കാം, വിഷയമതല്ലല്ലോ. വളരെ നല്ല പുസ്തകമാണ് ഈ ശമൂവേലിന്റെ രണ്ടാം പുസ്തകം. രണ്ട് ഭാഗമായിട്ടാണ്, 1 മുതൽ 12 വരെയും 13 മുതൽ 24 വരെയും. 1 മുതൽ 12 വരെ ദാവീദ് ജയിച്ചടക്കിയതും വിജയമെടുത്തതും തന്റെ ഭരണത്തിന്റെ വിശേഷതകളാ 1 മുതൽ 12 വരെ കാണുന്നത്. 13 മുതലുള്ള വാക്യങ്ങൾ, അധ്യായങ്ങൾ പഠിക്കുമ്പോൾ ജീവിതത്തിന്റെ പാളിച്ചകൾ, പോരായ്മകൾ, മോക്ഷത്വങ്ങൾ, അപാകതകൾ, എന്നാൽ അതെല്ലാം ഏറ്റുപറഞ്ഞ് അനുദപിച്ച് മടങ്ങി വന്ന് ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെടുന്നതായിട്ടും തിരുവചനത്തിൽ കാണുന്നുണ്ട്. എന്തിനാ ഇത് സൂചിപ്പിച്ചെന്ന് പറഞ്ഞാൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ വിഷയങ്ങൾ വരുമ്പോൾ ആമേൻ ഈ വിധത്തിൽ ദൈവസന്നിധിയിൽ അനുദപിച്ച് മടങ്ങി വന്നോ. നമ്മള് 9-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യമാണല്ലോ കുറുവാക്യമായിട്ട് വായിച്ചത്. ഈ പുസ്തകം എഴുതിയത് ശൗമേല. ചില വാക്യങ്ങൾ ഗാദും നാദാനും എഴുതിയതെന്ന വേറെ പഠിതാക്കൾ പറയുന്നത്. കാരണം ശൗമേല് മരിച്ചു കഴിഞ്ഞുള്ള ചില സംഭവങ്ങൾ നാദാനും ഗാദും കൂടെ എഴുതി ചേർത്തുന്ന വൃത്താന്ത പുസ്തകത്തില്. എന്നാൽ ഇതില് സിംഹഭാഗം എഴുതിയത് ശമൂവേല. ഒരു വാക്യം ഒന്ന് തെളിവിന് വായിച്ചോ. ഒത്തിരി വാക്യമുണ്ട്. 10:25 വായിച്ചേ. ശമൂവേലിന്റെ 2-ാം പുസ്തകം 10:25 തോന്നുന്നു. ഒന്ന് വായിച്ചേ. അവിടെ ഒരു വാക്യമുണ്ട്, ന്യായപ്രമാണം വായിച്ച് കേൾപ്പിച്ചിട്ട്. ഒന്നാം പുസ്തകത്തിന്റെ 10:25. ഞാൻ എത്രയാ പറഞ്ഞ? 2ആണോ? സോറി, 1-ാം പുസ്തകം 10:25. അതിന് ശേഷം ശമൂവേൽ രാജധർമ്മം ജനത്തെ പറഞ്ഞു കേൾപ്പിച്ചു. അടുത്തത് അല്ലല്ല, ഒരു ചെറിയ പദം വിട്ടിട്ടുണ്ട് അമ്മാമ്മ. അവിടെ എഴുതിയെന്നുള്ളതല്ലേ വിഷയം. അതൊരു പുസ്തകത്തിൽ അപ്പൊ ശമൂവേൽ എഴുതി. അപ്പം ആ വാക്യം കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ ഇത് ശമൂവേൽ എഴുതിയതാണ്. ഇവിടെ എഴുതിയത് രാജധർമ്മമാണ്. ഇസ്രായേലിൽ ഒരുവൻ രാജാവായാൽ ആ രാജാവ് അനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങളുണ്ട്. MLA MP ഒക്കെ ആയി കഴിയുമ്പോൾ ഉണ്ടല്ലോ പ്രതിജ്ഞാവാചകം. അതിനനുസരിച്ച സമൂഹത്തോടും ജനത്തോടുമൊക്കെ ഇടപെടേണ്ടതും പ്രവർത്തിക്കേണ്ടതും വർത്തിക്കേണ്ടതും. പക്ഷെ എല്ലാവരും അങ്ങനെയാണോ എന്നുള്ളത് ചിന്തിക്കണം. എന്നാൽ എനിക്ക് ഈ ചെങ്ങന്നൂര് ഒരു കാര്യത്തിൽ സന്തോഷം, റോഡുകളെല്ലാം വളരെ നന്നാക്കിയിട്ടുണ്ട്. സജി ചെറിയാൻ അവർകൾ ഇല്ലയോ സാറ്? ഒട്ടുമിക്ക റോഡുകൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും കൂടെ യാത്ര ചെയ്യുന്നതിൽ നല്ല റോഡുകളാണ്. പിന്നെ ഇന്നാളൊരാൾ പറഞ്ഞു വെള്ളം പൊങ്ങിയെന്ന്. വെള്ളം പൊങ്ങിയ പുള്ളിയുടെ കണത്തിൽ നിന്നല്ലല്ലോ. ഒരാള് പറഞ്ഞു വെള്ളം പൊങ്ങിയപ്പോ സജി ചെറിയാൻ ഇവിടെ ആയിരക്കണക്കിന് പുള്ളിക്ക് നീതി എല്ലാ വീട്ടിലും ചെല്ലാൻ പറ്റുമോ? അവര് ജനപ്രതിനിധികൾ, അവർ ചുമതലപ്പെട്ടവരിരുന്ന് കാര്യങ്ങൾ ക്രമീകരിച്ച് അതിന്റെ വേണ്ട ക്രമീകരണങ്ങൾ. അല്ല, പുള്ളി ഇപ്പൊ എല്ലാ വീട്ടിലും ചങ്ങാടമായിട്ട് കയറാൻ മാമ ഇങ്ങോട്ട്. അല്ല, അങ്ങനെ കടുപ്പിടുത്തൊന്നും പാടില്ല. അതെ, നിങ്ങൾ ചിന്തിക്കുക, പുള്ളി അങ്ങേരുടെ ആളാന്ന. അല്ല, അങ്ങനൊക്കെ ചിന്ത വരും. ഞാൻ ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ട് നിൽക്കുന്നതാ. പിന്നെ ചില കാര്യങ്ങൾ ദൃഷ്ടിയിൽ പെടുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് തെറ്റൊന്നുമല്ല. അപ്പൊ എന്തായാലും പ്രതിജ്ഞ ചെയ്യുമല്ലോ.
അതിനനുസരിച്ച് വേണം ഞങ്ങൾക്ക് ഓർഡിനേഷൻ തരുന്ന സമയത്ത് ഇങ്ങനെ പ്രതിജ്ഞകളുണ്ട്. ഒന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല, അത് പറഞ്ഞാൽ നിങ്ങൾ അത് വെച്ച് ഞങ്ങളെ പിടിക്കുകയും അതറിയാനിട്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഈ രാജാവിന് ധർമ്മമുണ്ട്, രാജധർമ്മം. ആ രാജധർമ്മം രാജാവ് അനുഷ്ഠിക്കണം. എന്തുവാ രാജധർമ്മം? ആവർത്തന പുസ്തകം 17-ാം അധ്യായത്തിന്റെ 14 മുതൽ താഴോട്ട് വായിച്ചേ. രാജധർമ്മം പെട്ടെന്ന് വായിക്കുക. 17-ന്റെ 14 മുതലാണ്ട് ഇടതുപക്ഷത്ത് ഒരു കണ്ണിക തുടങ്ങുന്നത് കണ്ടോ? ആ, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവിടെ കുടിപാർക്ക. അപ്പോൾ ഒരു രാജാവിനെ നിന്റെ മേലാക്കുമെന്ന് പറയുമ്പോൾ നിന്റെ ദൈവമായി യഹോവ തിരഞ്ഞെടുക്കുന്ന രാജാവിനെ ഇങ്ങോട്ട് നോക്കിയേ. ദൈവം തിരഞ്ഞെടുക്കുന്ന രാജാവ്. ദൈവം തിരഞ്ഞെടുക്കണം. ദൈവം തെരഞ്ഞെടുക്കാത്തവന്റെ ഗതി നിങ്ങൾക്ക് അറിയാം. എന്തുവാ? ഒന്ന് ചിന്തിച്ചു പറ. ദൈവം തെരഞ്ഞെടുക്കുന്നവനായിരിക്കണം രാജാവ്. ശൗലിനെ ദൈവം തെരഞ്ഞെടുത്തതാണ്. ദൈവം തെരഞ്ഞെടുത്തത്. ദൈവം തെരഞ്ഞെടുത്തതാ. ഞാൻ ദൈവം തെരഞ്ഞെടുക്കാത്ത രാജാവിന്റെ കാര്യമാ ചോദിച്ചത്. ആരാ? ശൗലിനെ ദൈവം തെരഞ്ഞെടുത്തതാ. അപ്പന്റെ കടുതകളെ തേടിപ്പോയി ശൗമേന്റെ അടുക്ക ചെന്ന് രാത്രി വിശ്രമിച്ച് രാവിലെ പൃഥ്വിനും പുള്ളിയും കൂടെ പോയപ്പം ശൗമേല് പറഞ്ഞു, പൃഥ്വിനോട് മുമ്പേ പോകാൻ പറ, നീ അവിടെ നിൽക്ക്, എനിക്ക് ഇതിനോട് ദൈവത്തിന്റെ. അപ്പോൾ ശൗമേല് തൈലപാത്രം എടുത്ത് തൈലപാത്രത്തിലെ തൈലം ശൗലിന്റെ ശിരസിൽ 10-1 മുതൽ വായിച്ചു. ദൈവം തെരഞ്ഞെടുത്തല്ലോ. ഏത് 10? ഏത്? യഹോവ തന്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നീ ഇന്ന് എന്നെ പിരിഞ്ഞു പോകുമ്പോൾ ബെന്യാമിന്റെ അതിർങ്കിലെ വെച്ച് 2 ആളെ കാണും. ദൈവം തെരഞ്ഞെടുത്തതാ. ശമൂവേല് തൈലപാത്രത്തിലെ തൈലം എടുത്ത് ശൗലിന്റെ ശിരസിൽ ഒടിച്ചു വെച്ച് പറഞ്ഞു, ദൈവം നിന്നെ തെരഞ്ഞെടുത്ത് പ്രഭുവായിട്ട് കണ്ടു. നീ ഇന്ന് എന്നെ പിരിഞ്ഞ് സൽസകൽ റാഗേലിന്റെ കല്ലറയ്ക്ക് ചെല്ലുമ്പോ 2 ആള് അത് തെരഞ്ഞെടുത്തപ്പം പറഞ്ഞത്, പിന്നെ നീ അങ്ങോട്ട് പോകുമ്പം ആ കല്ലറയൊക്കെ ഒന്ന് നോക്കിയേക്കണം. വല്യമ്മച്ചിയുടെ റാഹേൽ വല്യമ്മച്ചിയല്ലേ? വല്യമ്മച്ചിയുടെ അതിനാന്ന് ചോദിച്ചാൽ വല്യമ്മച്ചി അത്ര ക്ലിയർ ആകാഞ്ഞത് കൊണ്ടും പിടിവാശിയും താന്നിഷ്ടവും സൗന്ദര്യം ഉണ്ടെന്നുണ്ടെന്ന ഹുങ്കും പിന്നെ വളരെ വിദഗ്ധമായി അമ്മച്ചി കൊച്ചുണ്ണി പോലും ചെയ്യാത്ത കാര്യം അമ്മച്ചി. ഏത് കൊച്ചുണ്ണി? കായംകുളം ഇത്തിക്കരപ്പാക്കിയും വെള്ളായണി പരമും പനച്ചോന്നി വേലും ഒന്നും അമ്മാമ്മയുടെ റേച്ചലാൻഡിയുടെ മുന്നിൽ ഒന്നുമില്ല. എത്ര വിദഗ്ധമായിട്ടാ ഗൃഹബിംബം അടിച്ചു മാറ്റിയത്. എന്തുവാ 2 പേരുടെ വർത്താനം പറഞ്ഞു? എന്നാ ഒന്ന് ദൈവത്തിന് മഹത്വം. ഞാൻ മൈക്ക് തരും പ്രസംഗിക്കാൻ. അപ്പൊ ശ്രദ്ധിക്കുക, വളരെ വിദഗ്ധമായിട്ട് ഇത് അടിച്ചു മാറ്റി. യാക്കോബ് അറിഞ്ഞില്ല, പിള്ളേരും അറിഞ്ഞില്ല, ദാസിമാരും അറിഞ്ഞില്ല. എന്തൊരു കഴിവാന്ന് ഓർത്തോണം. പക്ഷേ പിതാക്കന്മാര് അടക്കപ്പെട്ടെടുത്ത് അമ്മാമയ്ക്ക് എത്താനൊത്തില്ല, വഴിയരികപ്പെട്ടു. എഫ്രാത്തിലെത്താൻ അല്പത് കൂടെ ഉള്ളപ്പം അവിടെ അടക്കി. ശൗലിനോട് പറയാൻ കാര്യം, കല്ലറ കണ്ടോണം, നിന്നെ തെരഞ്ഞെടുത്തിരിക്കുക രാജാവായി,
അർഹതയില്ലാത്ത സ്ഥാനത്ത് നിന്നെ കൊണ്ടുവന്നിരിക്കുക. പക്ഷെ നീ പ്രമാണത്തിൽ നിന്നില്ലെങ്കിൽ വല്യമ്മച്ചിയുടെ ഗതി വരും. അങ്ങ് ചെല്ലുകയെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. Praise the Lord. നാളിതുവരെ നീ ഓടി അധ്വാനിച്ചനു നഷ്ടമായി പോയിടല്ലേ വീടോടടുത്തു. നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി പോയിടല്ലേ വീടോടടുത്തു. നിത്യ വീട്ടിലെത്താനി അല്പദൂരം മാത്രമേയു. നിത്യ വീട്ടിലെത്താനി അല്പദൂരം മാത്രമേയു. അസമയം പാഴാകാതെ യാത്ര തുടരാ. അസമയം പാഴാക്കാതെ യാത്ര തുടരാ. ഞാൻ നിന്നെ ഒരു നാൾ അനാഥനായി അവൻ വിടുകില്ലെന്നരുളിയ കരുണാനിധേ. എൻ കാരം പിടിച്ചാനോ ദിനം മരുഭൂമിൽ നടത്താമെന്നുരച്ചവനൊരു നാളും മറക്കുകയില്ല. എൻ കാരം പിടിച്ചാനോ ദിനം മരുഭൂമിൽ നടത്താമെന്നുരച്ചവനൊരു നാളും മറക്കുകയില്ല. അപ്പൊ ശ്രദ്ധിക്കുക, ശൗമാല് പറയുക, നീ നിന്നെ പിരിഞ്ഞ സൽസകൽ റാഗലിന്റെ കല്ലറ് കണ്ടാണ് കാണും. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ. അപ്പം ശൗലിനെ ദൈവം തിരഞ്ഞെടുത്തതാ. ഇവിടെ ആവർത്തനം 17:14 മുതൽ പറയും, ഞാൻ തിരഞ്ഞെടുക്കുന്ന. അങ്ങനെ ദൈവം തിരഞ്ഞെടുക്കണം. അപ്പൊ ദൈവം തിരഞ്ഞെടുത്ത രാജാവ് ഉണ്ട്, ദൈവം തിരഞ്ഞെടുക്കാത്ത രാജാവ് ഏറാനായാന്നും ചോദിച്ചേ. ഉറക്കെ പറ. അബ്ശാലോ ദൈവം തിരഞ്ഞെടുത്തു കൊണ്ടാണ്. പിന്നെ ആര് തിരഞ്ഞെടുത്തതാ? ഒന്നുമല്ല. നിങ്ങളാണ്ട് 4:10 തോന്നുന്നു. 4:10 ശമൂവേലിന്റെ 2-ാം പുസ്തകം 3:10 വായിച്ചു. സാറേ എനിക്ക് തെറ്റിയതാ. 19:10 വായിച്ചു. ശമൂവേലിന്റെ 2-ാം പുസ്തകം 19:10. എനിക്കും ഇപ്പൊ മറവിയാ. അത് തന്നെ. നമുക്ക് രാജാവായി നാം അഭിഷേകം ചെയ്തിരുന്ന അതാ നമുക്ക് രാജാവായി നാം അഭിഷേകം ചെയ്തു. ദൈവം തിരഞ്ഞെടുത്തതല്ല. നമ്മളെല്ലാം കൂടെ കമ്മിറ്റി കൂടി, നമ്മളെല്ലാം കൂടെ കൗൺസിൽ കൂടി, നമ്മളെല്ലാം കൂടെ ഇലക്ഷൻ നടത്തി. ഞാൻ പറയുന്ന കാര്യം എല്ലാവർക്കും പിടികിട്ടിയില്ലെങ്കിൽ സാറിന് പിടികിട്ടുമല്ലോ. നമ്മളെല്ലാം കൂടെ വണ്ടിയിൽ ഇങ്ങനെ കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ എല്ലാവരും ചെന്ന് ചാക്കിട്ട്, സോപ്പിട്ട്, തൂപ്പിട്ട് നമുക്ക് രാജാവായി നമ്മളെല്ലാം കൂടെ കൂടി അഭിഷേകം ചെയ്തു. നമ്മളെല്ലാം കൂടെ കൂടി അഭിഷേകം ചെയ്ത പുള്ളിയാണ് ഇപ്പൊ കിടന്ന് പ്രൈസാൻ പരിശോധന നടത്തുക. തൂങ്ങിക്കിടന്ന് മുടിയെല്ലാം കൂടെ കരിവേലകത്തിൽ മുഴുവൻ കുരുങ്ങി. കാരണം പുള്ളി കുരുക്കുണ്ടാക്കി അധികാരത്തിൽ കയറിയത്. ഞാൻ എന്നോട് കൂടെ പറയുക, സൂത്രം ഒപ്പിച്ച്, കുരുക്കൊപ്പിച്ച്, തന്ത്രം ഒപ്പിച്ച്, കുതികാല് വെട്ടി കോതുകാല് വെച്ച് അടവുകൾ പ്രയോഗിച്ച് അധികാരത്തിൽ കയറിയ കുരുങ്ങും. ഞാൻ എന്നോടും കൂടെ ദൂത് പറയുന്ന കേട്ടോ. തന്ത്രങ്ങൾ മെനഞ്ഞ് സൂപ്രണ്ട് ആകാൻ, ഓവർസിയർ ആകാൻ, പ്രസിഡന്റ് ആകാൻ, കമ്മിറ്റി കയറാൻ, കൗൺസിലിൽ കയറാൻ, സെക്രട്ടറി ആകാൻ. ഞാൻ ഒരാളെ ഒന്നും ഉന്നം വെച്ച് പറഞ്ഞ പൊതുവിലെന്ന് പറയുക. ഒരാൾ പറഞ്ഞ പുള്ളി കാശ് വീശുകയാണ്. ഇപ്പൊ നിങ്ങൾ പറയും,
ദൈവമേ പുള്ളി റൂട്ട് മാറിപ്പോകുന്നു. ഇതൊക്കെ ഇവിടെയും പറയണം. സൂത്രത്തിൽ ഒന്നും നേടരുത്, തന്ത്രത്തിൽ ഒന്നും നേടരുത്. സ്തോത്രം സ്തോത്രം സ്തോത്രം. ചതിച്ചൊന്നും നേടരുത്. നമ്മുടെ കൈ വെടിപ്പായിരിക്കണം. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും. കൈ മലർത്തുമ്പോൾ ഇതിനകത്ത് അകൃത്യമൊന്നും കാണരുത്. ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഇതിനകത്ത് അകൃത്യമൊന്നും കാണരുത്. കൈ വെടിപ്പായിരിക്കണം, ഹൃദയം നിർമ്മലമായിരിക്കണം. ദൈവത്തിന് മനസാക്ഷി കുറ്റം വിധിക്കരുത്. ദൈവത്തിന് മഹത്വം. നമുക്ക് രാജാവായി നാം അഭിഷേകം, അങ്ങനെയാണോ അഭിഷേകം ചെയ്യണ്ടേ? ശൗമേലിനോട് ദൈവം പറഞ്ഞു, നീ തൈലക്കൊമ്പിൽ തൈലം നിറച്ച് ഇഷായുടെ വീട്ടിലോട്ട് പോകാൻ. അങ്ങനെ പോകണ്ടേ? അംശാലോമിനെ അഭിഷേകം ചെയ്തപ്പോ ആരോടാ ദൈവം പറഞ്ഞേ തൈലക്കൊമ്പിൽ തൈലം നിറയ്ക്കാൻ? ഈ സൂത്രം എല്ലാം കൂടെ കാണിച്ച് ഒരു സുപ്രഭാതത്തിൽ രാജാവായി. ഇപ്പൊ താണ്ട തൂങ്ങി കിടന്ന് നമ്മൾ വെച്ച് തന്നെ പുതിയ ശുശ്രൂഷയാണ്. അധിക നാളില്ലായിരുന്നു ഈ ശുശ്രൂഷ. മുടി കരുവേലകത്തിൽ കുരുങ്ങി കീഴെയുള്ള കോവർ കഴുത ഓടി. കഴുത ഓർത്ത് ഇത്രയും നാളെ ഇയാളെന്നെ പുറത്തിരിക്കുക, അവൻ കിടന്ന് ആടട്ടെന്ന് പറഞ്ഞ കഴുത പോലും ഓടി. നീ പ്രമാണം വിട്ട് സൂത്രം കാണിച്ചാൽ നിന്റെ കഴുതയ്ക്ക് പോലും നിന്നോട്. സാധാരണ ആൾക്കാർ കഴുത എന്ന് പറയുന്നത് അതുപോലെ ബുദ്ധിയില്ലാത്തത്. ആ കഴുത പോലും ഇവനെ ഇട്ടേച്ച് ഒരുത്തന്റെ ഗതികേട് നോയിക്കേ. ദൈവത്തിന് മഹത്വം. എന്നാൽ അവിടുന്ന് തക്ക സമയത്ത് ഉയർത്തുവാൻ അവിടുത്തെ ബലമുള്ള ഭുജത്തിന് കീഴിൽ താണിരിക്കെ. സമയമാകുമ്പോൾ ദൈവം നിന്നെ ഉയർത്തും. സമയമാകുമ്പോൾ ദൈവം നിന്നെ മാനിക്കും. സമയമാകുമ്പോൾ ദൈവം നിന്നെ ആദരിക്കും. സമയത്ത് ദൈവം നിന്നെ മാനിക്കുമെന്ന്. ദൈവം വിശ്വസ്തനാ, ദൈവം വിശ്വസ്തനാ. അനുഭവിക്കുന്നവർ, വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കും. ദൈവത്തിന് മഹത്വം. ദൈവം വിശ്വസ്തൻ. ദൈവം നിന്നെ ഉയർത്തും. ദൈവം നിന്നെ മാനിക്കും. സൂത്രം തന്ത്രം ഒന്നും കാണിച്ചൊന്നും നേടണ്ട. ദൈവത്തിന്റെ ഹിതത്തിനെ ഏൽപ്പിക്ക്. ദൈവത്തിന്റെ ആലോചന കേൾപ്പിക്ക്. ദൈവത്തിന്റെ അരുളപ്പാടിനെ ഏൽപ്പിക്ക്. ദൈവത്തിന്റെ ആലോചന കേൾപ്പിക്ക്. ദൈവം നിന്നെ മാനിക്കും. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കുപ്പയിൽ നിന്നും ഉയർത്ത് നീ ശ്രേഷ്ഠരാമരാർ. കുപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠരാമരാർ. ഒപ്പമിരുത്തിയതെന്നയ അത്ഭുതം പരാർക്കൊപ്പമിരുത്തിയതെന്നയം അത്ഭുതം പരാ. മനുവേല വന്ദനം മഞ്ഞിലേഖനായി മനുജാതിക്കായി വന്ദന ഉന്നതാധിപാ. മനുവേല ഈ ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ. ഈ ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല. ഓ നീ കൃപ കാട്ടി നായക ജീവദായക. നീ കൃപ കാട്ടി നായക ജീവദായക. മനുവേല വന്ദന മഞ്ഞിലേഖനായി മനുജാതിക്കായി വന്ദന ഉന്നതാധിപാ. മനുവേല ഓ ഈ ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ. ഈ ഉപകാരം ചെയ്യുവാൻ ഓ നീ കൃപ കാട്ടി നായക ജീവനായക. അമ്മേ നീ കൃപ കാട്ടി നായക ജീവനായക. മനുവേല വന്ദനം മഞ്ഞിലേഖന മനുജാതിക്കായി ഉന്നതാധിപാ. മനുവേല വന്ദനം. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാൻ. ഞാന് ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ കണക്ട് ചെയ്ത് വാക്യങ്ങൾ കൂടെ പോകും.
നിങ്ങൾ ചിലര് ആസ്വദിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് കൊണ്ട് സന്തോഷമുണ്ട്, വചനത്തിന് ശക്തിയുണ്ടല്ലോ. എങ്കിലും എടുത്ത വിഷയത്തോട് കൂറ് പുലർത്തി മടങ്ങി വരാം. അപ്പോൾ ഈ രാജധർമ്മമാണ് 17:14 മുതൽ ഓടിച്ചു വായിച്ചോ ഇനി. അവിടെ കുടിമാർത്ത ശേഷം ആ ആ ആ ആ അപ്പൊ ഇനി എല്ലാ വാക്യങ്ങളും എടുത്ത് വായിപ്പിക്കാൻ നേരമില്ല. പക്ഷെ 18ഉം 19ഉം വായിച്ചേ. ഈ രാജാവ് രാജാസനത്തിൽ ഇരിക്കുമ്പം ലേവ്യരാകുന്ന പുരോഹിതന്മാരുടെ പക്കൽ നിന്ന് ആ ആ ഇച്ചിരി മെനക്കേടുള്ള പണിയാ, ഇച്ചിരി മെനക്കേടാ. അധികാരം കിട്ടിക്കഴിയുമ്പോഴേ ചുമ്മാ ഇരുന്ന് ഭരിക്കരുത്, ലേവ്യരെ വിളിച്ചു വരുത്തണം. അവരുടെ കയ്യിൽ ന്യായപ്രമാണം ഇരിപ്പുണ്ട്. ആ ന്യായപ്രമാണം വാങ്ങി നീ തന്നെ ഒരു പകർപ്പ് എഴുതണം. ഇത് എഴുതുമ്പം നിനക്കൂട് ഇതിനെപ്പറ്റി ഒരു ഉത്തരവാദിത്വം അറിവും ഉണ്ടാകും. എന്തിനാ സാറന്മാര് ഇമ്പോസിഷൻ എഴുതിപ്പിക്കുകയല്ലോ? ഞാൻ ഒത്തിരി എഴുതിയിട്ടുണ്ട് സാറുള്ളത് കൊണ്ട്. സാറിന് കുട്ടിയോട് വൈരാഗ്യമൊന്നും ഉണ്ടായിട്ടല്ല. ഇന്ന് 2 എണ്ണത്തിന് ഇമ്പോസിഷൻ കൊടുക്കാൻ ഞാൻ ഒളിച്ചൊരുങ്ങി പോകും, അങ്ങനെയാണ് അല്ല. എന്റെ അഭിപ്രായം പറയാൻ നിങ്ങൾ യോജിക്കല. സാർ ആ കുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്, അവൻ നന്നാകണം. അവൻ നന്നാകണം, അവൻ രക്ഷപ്പെടണം, അവൻ പഠിച്ച് മിടുക്കനാകണം. കുട്ടികളെ ശിക്ഷിക്കാത്തതും അല്ലാത്തതും കൊണ്ട് എല്ലാം ഇപ്പം പണ്ടൊക്കെ സാറുമാരെ കാണുമ്പോ നമുക്ക് പേടിയാ. നടന്നു സാറ് വരുന്നു, സാറ് പോകുന്ന നമ്മൾ മാറും, മാടക്കടയ്ക്ക് മറഞ്ഞു വന്നു. സാറ് ഇത് നേരെ തിരിച്ചാ. സാറ് എന്റെ സ്റ്റുഡന്റ് ആണ്. സാറ് കടക്കാൻ കാരണം അവന്റെ കഞ്ചാവ് കാണും, നാടൻ ബോംബ് കാണും, പേനാക്കത്തി കാണും, ഇടികട്ട ചിലപ്പോ കണ്ടെന്ന് വരും. സാറിന് ഈ പ്രായത്തിൽ ഇത് മേടിക്കേണ്ട വല്ല കാര്യം? മേടിച്ച് വിറച്ച അതിന്റെ കുഴപ്പടി ഇഷ്ടം പോലെ ഉണ്ട്. വേദപുസ്തകം പഠിപ്പിക്കുന്നത് ശിക്ഷിക്കണമെന്നാണ്. ശാസിക്ക് ശിക്ഷിക്കുക, അത് വേദപുസ്തകം അങ്ങനെ പഠിക്കും. പുസ്തകത്തിനെതിര് വരുന്നതാണല്ലോ ഇത് മുഴുവൻ കുഴയെന്ന്. ഇതിനെതിരാ മുഴുവൻ. അതിനിത് കുഴയ. അത് നമ്മുടെ വിഷയം. അപ്പം ഈ ലേവ്യരാകുന്ന പുരോഹിതന്മാരെ വിളിച്ചു വരുത്തി ന്യായ പ്രമാണത്തിന്റെ ഒരു കോപ്പി നീ എഴുതണം. എഴുതി പ്രമാണിച്ച് ഇത് പഠിക്കണം ഇത്. നിങ്ങള് ശ്രദ്ധിച്ചിട്ടില്ലേ? നല്ല നല്ല വക്കീലന്മാര് നമ്മള് പറയാം ഭയങ്കര കാശ്. ചുമ്മാ ഇരുന്ന കാശ് കിട്ടും. വേറെ എത്ര എണ്ണം ഉണ്ട് ചുമ്മാ പേപ്പറും ചുരുട്ടി നടക്കുന്നത്? നമ്മൾ നോക്കുമ്പോൾ അതിലേ കൂടെ ഇങ്ങനെ മുഴുത്തൊരു വോട്ട് വിട്ട് ഇടയ്ക്കിടയ്ക്ക് മമ്മി നോക്കും ആരില് നല്ലതുപോലെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉറക്കളച്ച് നിയമപുസ്തകമൊക്കെ നന്നായി പഠിച്ചവരുണ്ട്. അവര് കഷ്ടപ്പെട്ടിട്ട ഏത് മേഖലയും കഷ്ടപ്പെടാറൊന്നും രക്ഷപ്പെടുകയില്ല. ചൊല്ലി പറയാ ചുമ്മാ ഇങ്ങനെ കണ്ണടച്ചിരുന്നാൽ മതി, മേളിൽ നിന്ന് തരുവാണ്. പിന്നെ അങ്ങനെയാണ് എല്ലാവരും കണ്ണടച്ച് കിടന്നാ പോരെ മേളിൽ നിന്ന്. ഏത് മേഖലയിലും അതിന്റെ. ഇപ്പൊ ഞങ്ങള് ദൈവകൃപയെ ശരണപ്പെട്ട് ദൈവോചനമൊക്കെ നിങ്ങളോട് അല്പാൽപമായിട്ട് പറയണമെങ്കിൽ ഞങ്ങളിത് വായിക്കും, ധ്യാനിക്കും. ഇത് വായിക്കാതെ ധ്യാനിക്കാതിരുന്നാ പറയാൻ പറ്റുമോ? ഞാനിപ്പം പറയുമ്പോ നിങ്ങൾ പറയും കൂടെ എന്തിനാ സാറേന്ന് അദ്ദേഹത്തോട് ചോദിച്ചാൽ പറയാം. ഒരു ക്ലാസ്സിൽ ചെന്ന്
അവരെ പഠിപ്പിക്കണമെങ്കിൽ അതിനെപ്പറ്റി ആഴമായി സാറ് പഠിക്കണം. ഇപ്പോഴത്തെ പിള്ളേരെന്ന് നല്ല ബുദ്ധിയുള്ള പിള്ളേരാ, കുടുതിരുത്തരാകും. ഇപ്പോഴത്തെ ബൈബിൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന സാറന്മാര് എല്ലാരും അല്ല ചെല്ലു പറയും, ഞാൻ എടുക്കുന്ന സബ്ജക്റ്റിൽ നിന്ന് എന്നോട് ചോദിക്കാവോ, വേറെ ഒന്നും എന്നോട് കയറി അങ്ങനെ. കാരണം പിള്ളേരിങ്ങനെ ഇരിക്കുക, ഒരു സാറിനെ കൈ കിട്ടാൻ. ബൈബിൾ സ്കൂളിലൊക്കെ ഞങ്ങൾ പോകുമ്പോ അങ്ങനെ തുടക്കത്തിലെ സാറന്മാര് സാറേ 36 വിഷയം ഒന്ന്, യൂദായിലെ ആ ദൂതന്മാരെ ഏതാ, ഇതൊക്കെ സാറന്മാർ. അപ്പൊ ഇതെല്ലാം തർക്ക വിഷയങ്ങളാ. അതിനാ സാറുമാര് വരുമ്പോഴേ പറയും, ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ് എന്നോട്. എന്നാ ഞാന് ചില ദൈവദാസന്മാരെ കണ്ടിട്ടുണ്ട്. അതിലൊന്ന് മേപ്ര ജോസഫ് കുട്ടി പാസ്റ്റർ, മരിച്ചുപോയി, IPCയിലെ സീനിയർ പാസ്റ്റർ. അദ്ദേഹമായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സായാഹ്ന വേളയിലാണ് പരിചയപ്പെടുന്നത്. മംഗലാപുരത്ത് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ മക്കളും ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിന് മക്കളില്ല. മേപ്ര ജോസഫ് കുട്ടിച്ചായന് വളരെ വളരെ നല്ലൊരു കർത്തൃദാസൻ. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലും ഞങ്ങള് ഇങ്ങനെ സംസാരിച്ചപ്പോ എന്നോട് പറഞ്ഞിട്ടേ, വേറെ പുസ്തകം തന്നിട്ട് ഇതിനകത്ത് നിന്ന് എവിടുന്ന് വേണേലും ചോദിച്ചോളാം. അന്തമതി, ഇതിനകത്തിന്ന് ഏത് ഭാഗത്തു നിന്നും ചോദിച്ചു. അങ്ങനെ പറഞ്ഞ ആൾക്കാർ വളരെ വിരളമാണ്. മൺമറഞ്ഞ KK മാത്യു മുണ്ടിയപ്പള്ളി, അദ്ദേഹം എന്റെ അധ്യാപകൻ, എന്റെ ഗുരുവാണ്. അദ്ദേഹം കർത്താവ് നിന്ദിനെ പ്രാപിച്ചു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പിന്നെ പുസ്തകം തുറക്കൽ ഇവിടെ വെച്ചിട്ട് പറയും, ഏത് ചോദ്യം വേണമെങ്കിലും ചോദിച്ചോളാം. ഏത് ചോദ്യം ചോദിച്ചാലും ഒരു 5-6 വാക്യം തരും. ആദ്യത്തെ വാക്യത്തിന് മറുപടിയായി. ഒരു പുള്ളിയെ തുറന്നു ചിരിക്കത്തില്ല, ഇങ്ങനെ ഒരു ചിരിയുണ്ട്, ഒരു ചിരി, ഭയങ്കര ജ്ഞാനമാണ്. അങ്ങനെയുള്ള ദൈവദാസന്മാരും ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കണം. ലേവരാകുന്ന പുരോഹിതന്മാരെ വരുത്തി ന്യായപ്രമാണത്തിന്റെ പകർപ്പ് എഴുതി സൂക്ഷിച്ച് കൈവശം വെക്കണം. ഇത് നീ പഠിക്കുക ചെയ്യണം. പിന്നെ ദൈവമായി യഹോവയെ ഭയപ്പെടുവാൻ ഇത് പഠിക്കുകയും കൂടെ ചെയ്യണം. ദൈവത്തെ ഭയപ്പെടുന്നതൊക്കെ. പിന്നെ ഇത് എപ്പോഴും കൈവശം ഇരിക്കണം. ഇപ്പൊ ഇത് മോഡേൺ ഉപദേശിമാർക്ക് ഇത് കൊണ്ടു നടക്കുന്നത് തന്നെ ഇപ്പം വേറെ ദിവസം വായിക്കാന്ന് പറയുമ്പോൾ ഉടനെ ചില വിദ്വാൻമാര് ബൈബിളിനകത്ത് മൊബൈൽ വെച്ച് നമ്മൾ ദൂരെ നിന്ന് നോക്കി അവർക്കും ബൈബിളാണ്. അങ്ങനെയുള്ളവരുമുണ്ട്. ഒരാളോട് ഞാൻ ചോദിച്ചതിന് ഇത് കുഞ്ഞക്ഷരം, വലിയ അക്ഷരമുള്ള ബൈബിളുണ്ട്. ഒരു ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ വേറെ പുസ്തകം എടുത്ത് വായിക്കുന്നതാ ശുശ്രൂഷയ്ക്കും വായനയ്ക്കും ഒക്കെ ഒരു ഭൂഷണം. വേറെ പുസ്തകം തന്നെ എടുത്ത് വായിക്കുന്നതാ. ഈ മൊബൈലിൽ തോണ്ടിയാൽ വചനത്തിൽ തിട്ടം വരികയില്ല. പക്ഷെ വേറെ പുസ്തകം ഇന്നും രാവിലെ ഇങ്ങനെ താളുമൊക്കെ മറിച്ച് എന്റെ അധ്യാപകനാണ് നമ്മുടെ MV ചാക്കോ സാറ്. അപ്പൊ സാറ് എപ്പോഴും പഠിപ്പിക്കുക. അതൊക്കെ ഞാൻ എപ്പോഴും കൊടുക്കും. ഞാനങ്ങനെ ചെയ്യാറില്ല. സാറ് പറഞ്ഞിങ്ങനെ അങ്ങനൊന്നും മറിക്കരുത്. സാറ് പറഞ്ഞിട്ട് ഇങ്ങനെ എടുക്കണം, ഇങ്ങനെ അത്ര പവിത്രമായിട്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു സാറ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് അങ്ങനെ തന്നെ ചുളുക്കമൊന്നും വരില്ല. ഇത് തന്നെയല്ല, ഞാൻ രാവിലെ ഞങ്ങളുടെ വീട്ടിൽ വഴക്കുണ്ടാക്കും. പേപ്പർ ചുളുങ്ങിയാൽ എനിക്ക് ഇഷ്ടമല്ല. ചില ബോധം കെട്ടവര് പേപ്പർ വായിക്കും. 2ാമത്തെ പേജ് 7ാമത്തെ പേജില്ല, അവിടെ 7ാമത്തത് ഒരു ബോധവും വരെ ഒന്നുമില്ലെന്ന്. അങ്ങനുണ്ട്. നമ്മളൊരു വിഷയം നോക്കുമ്പോൾ എല്ലാം കോഴി മുട്ടയിടാൻ കയറിയതുപോലെ. കോഴി മുട്ടയുടെ മൊത്തം ആ 50 പൈസയുടെ മുട്ടയാ. എനിക്ക് വളരെ അതെ, ഞാൻ പേപ്പർ വായിച്ചാൽ ഞാൻ പേപ്പർ വായിച്ചതാന്ന് അറിയിക്കുകയല്ല. ജീവിതത്തിൽ ചിട്ട വേണമെന്ന്.
ഇത് നമ്മൾ പിന്നെ നോക്കുമ്പോൾ പേപ്പർ തമ്മിൽ യോജിക്കുകയല്ല. ഒന്ന് നീണ്ടിരിക്കുന്നു, നീണ്ടത് ഇങ്ങോട്ട് വെക്കുമ്പോൾ ഇത് താഴോട്ടിറങ്ങി. അതെ, സന്ദർഭം വന്നുകൊണ്ട് പറയുന്നതാണ്. അതുപോലെ അന്നുള്ള പേപ്പർ, നമുക്കൊരു ദിവസത്തെ പേപ്പർ വേണേ അത് നോക്കിയാൽ മതിയല്ലോ. ഇത് മുഴുവൻ കുത്തി വലിച്ച് ഞാൻ ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ ഞാൻ പറയും, പോകുന്നിടത്ത് ഞാൻ പറയും. ഇപ്പൊ നമ്മൾ ഡ്രസ്സ് ഇടുന്നതല്ലേ, ഇപ്പൊ ഞാന് ജിബായും ഈ ഉദരിയോ ഉണ്ട്, അത് ഒരു ജോഡി ഒന്നിച്ച് മടക്കി വെച്ചാൽ എളുപ്പമുണ്ട് ഇല്ലേ? സഹോദരിമാരെ, അന്ന് പാന്റും ഷർട്ടും ബനിയനും മറ്റു വസ്ത്രങ്ങള് അത് ഒരു ജോഡി ഒന്നിച്ചങ്ങ് വെക്കണം, തേച്ച്. എളുപ്പമില്ലയോ? ഇത് പാന്റ് നോക്കിയപ്പോ ഷർട്ടില്ല, ഷർട്ട് നോക്കിയപ്പോ പാന്റില്ല, പെരക്ക് ചുറ്റും നടക്കുക. എന്റെ ഷർട്ട് എന്ത് ചെയ്യുന്നേ? ഞാൻ ഒരാളെ ഉദ്ദേശിച്ചല്ലി പറഞ്ഞു. അവസാനം കൈ കിട്ടിയ ഒരെണ്ണം എടുത്തോണ്ട്. ഇതൊന്നും ജീവിതത്തിൽ ചിട്ടയില്ലാത്തവർ, അവര് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്. സഹോദരിമാരോടും പറയാം, നിങ്ങൾ സാരി കൊടുക്കുന്നവര് അതിന് ചേരുന്ന ബ്ലൗസ്, മറ്റ് വസ്ത്രങ്ങൾ അതെല്ലാം ഒന്നിച്ച് ഒരു സെറ്റ് ഒന്നിച്ച് വെച്ചേ. എവിടെയാലും പോകുമ്പോ പെട്ടെന്ന് വാ. അയ്യോ, എന്റെ ബ്ലൗസ് കാണുന്നില്ല. ഞാനങ്ങ് ഓപ്പണായിട്ട് പറയുക. ചിലരേ അവസാനം ഒരു തീരുമാനത്തിൽ വരും, നിങ്ങൾ പൊക്കോ, ഞാൻ ഇന്ന് വരുന്നില്ലെന്ന്. ഞാൻ തമാശല്ല പറഞ്ഞേ, എല്ലാവരോടും കൂടെ പറയുന്നത്. ജീവിതത്തിൽ നമുക്കൊരു ക്രമീകരണം അത് അത്യാവശ്യമായി എല്ലാവർക്കും. ഞാൻ എല്ലാ കാര്യത്തിലും പറയും, കുഞ്ഞുങ്ങളോടാണെങ്കിലും പ്രായമുള്ളവരോടൊക്കെ പറയും. നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ കറണ്ട് അടിച്ച പോലെ ഇരുന്ന കാര്യം നടക്കുമോ? അതും വേണം ജീവിതത്തിൽ ക്രമം. വീട്ടിൽ ഞാൻ എപ്പോഴും പറയും, ഒരു സാധനം എടുത്താൽ എടുക്കുന്നിടത്ത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് ഇന്നടുത്ത് ഒരു സാധനം പിന്നെ എടുത്തോണ്ട് വരാം, സൂക്ഷം ചെന്ന് എടുത്തോണ്ട് വന്നു. അത് എടുത്തത് അവിടെ വെക്കുന്നത് കൊണ്ടാണ്. നിങ്ങളെല്ലാം ചിട്ടയിൽ പോകുന്നവരാന്നറിയാം, ഇരിപ്പ് കാണുമ്പം. അങ്ങനെ തന്നെ പോട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും സ്തോത്രം. അപ്പൊ അങ്ങനെ നമ്മൾ ഏത് രാജ്യത്തിരുന്ന് വേണേലും പറയാം. ഞാൻ ചിലപ്പം വീട്ടിലെ ഇന്നടുത്ത് ഇരിപ്പുണ്ടെന്ന് പറയും. സൂക്ഷ്മമാണ്, അത് എടുക്കുന്നിടത്ത് അവിടെ വെക്കുന്നത് കൊണ്ടാണ്. ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളു, ജീവിതത്തിൽ ചിട്ടയും ക്രമവും വേണം. അപ്പൊ അങ്ങനെ ന്യായപ്രമാണത്തിന്റെ ഈ ഒരു കോപ്പി കയ്യിൽ വേണം. ഇതെപ്പോഴും ഒരു പകർപ്പ് കയ്യിലിരിക്കണം. എവിടെയും കൊണ്ടു നടക്കാൻ പറ്റാവുന്ന നല്ല പുസ്തകമായത്. ഏത് സദസ്സിലും കൊണ്ടുചെല്ല, ഏത് രാജ്യത്തും ഈ പുസ്തകം കയ്യിരിക്കുന്ന നല്ലതാ. ഏത് സദസ്സിലും എവിടെയും കൊണ്ടുചെല്ല. എവിടെയും കൊണ്ടുചെല്ലാൻ പറ്റുന്ന ഒരേ ഒരു പുസ്തകം ഈ സത്യവേദ പുസ്തകമാണ്. ഇതെടുത്തത് തന്നെ വലിയ മഹാഭാഗ്യമാ. ഇത് വായിക്കുന്നതും ധ്യാനിക്കുന്നതും ഇത് അനുഷ്ഠിക്കുന്നതും ആചരിക്കുന്നതൊക്കെ വലിയ മഹാഭാഗ്യമാണ്. യാതൊരു യോഗ്യതമില്ലാതിരുന്ന നമുക്ക് ഇതെടുക്കുവാനും ഇത് ചുമക്കുവാനും വായിക്കാനും ധ്യാനിക്കാനും നമ്മളാലാവും വിധമൊക്കെ അനുഷ്ഠിച്ച് ജീവിക്കുവാനും ദൈവം തരുന്ന മകൾ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇതൊരു രാജധർമ്മം. നമുക്ക് മടങ്ങി വരാം. ഈ വായിച്ച കുറുവാക്യത്തോട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യം വേഗത്തിൽ പറഞ്ഞു നിർത്തിയേക്കാം. ഇങ്ങനെ പറഞ്ഞാൽ ശൗമേന്റെ പുസ്തകത്തിൽ നിന്ന് ഒത്തിരി പറയാനുണ്ട്. 9:7 വായിച്ചു. ദാവീദ് അവനോട് പറയുകയാണ്, ഭയപ്പെടേണ്ട. ദാവീദ് അത് ആരോടാ പറയുന്നത്? മെഫീബോശത്തിനോടാണ് ദാവീദ് പറയുന്നത്. ആരായി മെഫീബോശത്ത്? യോനാഥാന്റെ മകൻ എന്ന് പറഞ്ഞാൽ ശൗലിന്റെ കൊച്ചുമകൻ. അപ്പൊ ശൗലിന്റെ മകനാകുന്ന യോനാഥാന്റെ മകനാകുന്ന മെഫീബോശത്തിനോട് ദാവീദ് പറയുക, ഭയപ്പെടേണ്ട. നിന്റെ അപ്പനാകുന്ന യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനാകുന്ന ശൗലിന്റെ നിലമൊക്കെയും പിന്നെ നീയോ നിത്യം എന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. അതിന് കാരണം ഈ ദാവീദും യോനാഥാനും തമ്മിൽ ദൈവസന്നിധിയിൽ ഒരുടമ്പടി ചെയ്തു. ദാവീദ് യോനാഥാനും ഉറ്റമിത്രങ്ങളാണ്.
ഇവര് മിത്രമാകാൻ കാരണമുണ്ട്. നിങ്ങളാണ്ട 18-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വായിച്ച ശമൂവേലിന്റെ 1-ാം പുസ്തകം 18-ന്റെ 1-ഉം 2-ഉം. ആ ആ ആ അപ്പൊ ശ്രദ്ധിച്ചേ, ഈ ശമൂവേലിനോട് ദാവീദ് സംസാരിച്ച് തീർന്നപ്പോൾ യോനാഥാന്റെ മനസ്സ് പറ്റിച്ചേരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്റെ ഭാഷയ 17-ാം അധ്യായത്തിലെ ശുശ്രൂഷയാണ്. 17-ാം അധ്യായത്തിലെ സംഭവമാണ് 18-ാം അധ്യായത്തിൽ യോനാഥാനും ദാവീദും തമ്മിൽ ആത്മമിത്രങ്ങൾ ആകാനുള്ള കാരണം. ഇവരുടെ സ്നേഹത്തെ പറ്റി എഴുതിയിരിക്കുന്നത് കളത്രപ്രേമത്തിലും വിസ്മയമെന്നാണ്. കളത്രപ്രേമത്തിലും എന്ന് പറഞ്ഞാൽ കളത്രം കളത്തറം ഞാൻ അരേനത്തോട് എന്തോ പറയാമോ? യോനാഥാന്റെ മരണത്തിൽ ദാവീദ് പാട്ടൊക്കെ പാടിയപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, കളത്ര പ്രേമത്തിലും വിസ്മയം, അങ്ങനല്ലേ വാക്യം ഒന്ന് കണ്ടോ? ഒന്ന് വായിച്ചേര്. കണ്ടില്ലേ? ഞാനും അങ്ങ് മറന്നു. യോനാഥാനെ എന്റെ സഹോദര, പിന്നെ നിൻ പ്രേമം കളത്രപ്രേമത്തിലും 1:26 ശമൂവേലിന്റെ 2-ാം പുസ്തകം 1:26. ഇംഗ്ലീഷിൽ എങ്ങനെയാ കൊടുത്തത്? തമിഴിൽ എങ്ങനെയാ? തമിഴൊന്ന് വായിച്ചു. உனக்காக நான் வியாகுலப்படுகிறேன், நீ எனக்கு வெகு இன்பமாயிருந்தாய், உன் ஸ்நேகம் ஆச்சரியமாயிருந்தது, സ്ത്രീകളിൻ സ്നേഹത്തെ പാർക്കിലും അധികം. തമിഴിൽ എങ്ങനെ എഴുതിയേക്കുന്നത്? സ്ത്രീകളിൽ. ഇംഗ്ലീഷിൽ എങ്ങനെയാന്ന് ചോദിച്ചു. എനിക്ക് ഇംഗ്ലീഷ് അറിയാൻ മേല, അഥവാ തെറ്റിയാലും സാറ് പറഞ്ഞു തരും. ഇംഗ്ലീഷിൽ എങ്ങനെ? ഒരു ഇംഗ്ലീഷും കുടിക്കുന്നു. സെക്കൻഡ് ശമൂവേൽ 1:26 അല്ലേ? ഇല്ലേ? അതിന് സ്ത്രീ എന്ന വുമൺ എന്ന. മലയാളത്തിൽ കളത്രപ്രേമം എന്ന് പറഞ്ഞ കളത്രം ഭാര്യ. അതിലും വിസ്മയമേറിയ സ്നേഹം. ഈ സ്നേഹം ജഡീക സ്നേഹമല്ല, ആത്മീക ശുശ്രൂഷയിൽ വന്ന സ്നേഹമാണ്. ജഡത്തിന്റെ സ്നേഹമല്ല, ആത്മീക ശുശ്രൂഷയിൽ ലഭിച്ച സ്നേഹമാണ്. നമുക്ക് ചില ദൈവദാസന്മാരോടും ചില ദൈവകുഞ്ഞുങ്ങളോടും ഒക്കെ അതുപോലെ അങ്ങനെ ഉണ്ടായിട്ടില്ല, ഉണ്ട്. അപ്പൊ നമ്മുടെ പിള്ളേരും അല്ലെ ഭാര്യ അല്ലെ ഭർത്താവും, ചിലപ്പോ നിങ്ങളോട് ഭർത്താവ് ചോദിക്കും, നിനക്ക് എന്നെയൊക്കെ ആയില്ല. അത് ജഡീക സ്നേഹമല്ല, ആത്മീക സ്നേഹമാണ്. ജഡത്തിന്റെ പ്രേമമല്ല. നന്നായി ശുശ്രൂഷിക്കുന്നവരോട് പ്രത്യേക ബഹുമാനവും സ്നേഹവും. അവരുടെ കളറോ കാശോ ഒന്നും കണ്ടല്ല, ആ ശുശ്രൂഷയാണ്. അത് നമുക്ക് ചിലരോട് അടുപ്പവും പറ്റുമാനോ ഉള്ളത് അവരുടെ കുടുംബ മഹിമയോ അവരുടെ വിദ്യാഭ്യാസത്തിന്റെ ശ്രേഷ്ഠതയോ ഒന്നുമല്ല. അവരിൽ ഒരു ദൈവകൃപയുണ്ട്, ഒരു അഭിഷേകമുണ്ട്. അതുകൊണ്ട് ഞാൻ കർത്തദാസന്മാരോട് എല്ലാവരോടും പറയും, നമ്മുടെ അഭിഷേകം നഷ്ടപ്പെടുത്തി കളയരുത്. നിനക്കാരേലും 10 പൈസ തരുന്നെങ്കിൽ, ഒരു ഗ്ലാസ് വെള്ളം തരുന്നെങ്കിൽ, ഒരു കസേര ഇരിക്കാൻ തരുന്നെങ്കിൽ, നമ്മുടെ മിടുക്ക് കൊണ്ടല്ല, നിന്റെ മേലെ അഭിഷേകമുള്ളത് കൊണ്ടാണ്. അഭിഷേകം ചോർത്തി കളയരുത്, അഭിഷേകം നഷ്ടപ്പെടുത്തി കളയരുത്, അഭിഷേകം ഒരിക്കലും തീർന്നു പോകരുത്. ഇത് അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നെന്നാ.
ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഞാനതുകൊണ്ട് കഴിവിന്റെ പരമാവധി ഈ കൂടെ വരുന്നതിനോടൊക്കെ ഞാൻ പറയും, എന്റെ സഹോദരന്മാര് തെറ്റിദ്ധരിക്കരുത്, നിങ്ങള് മറ്റു രീതിയിൽ ഒന്നും ചിന്തിക്കരുത്. ഞങ്ങൾ ഈ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞതേ, ഇവിടെ ഞാൻ ഒത്തിരി നാള് ബസ് സ്റ്റോപ്പിൽ വണ്ടി നോക്കി നിന്നിട്ടുള്ളതാണ്. ഇവിടെ പോകുമ്പോഴെല്ലാം പറയും, ഇവിടെ ഞാൻ വണ്ടി നോക്കി, ഇവിടുന്ന് ഞാൻ ലോറിയൊക്കെ കയറി പോകുന്നുണ്ട് യാത്രയൊക്കെ ചെയ്യുമ്പോൾ. ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ചിലപ്പം കിട്ടിയിട്ടില്ല. നല്ല വസ്ത്രം കിട്ടിയാൽ കൊള്ളാന്ന് ഞാൻ മാത്രമല്ല, നിങ്ങൾ പലരും, നിങ്ങളിലെല്ലാവരും. ദൈവത്തിന് മഹത്വം. ഞാൻ കഴിവിന്റെ പരമാവധി യോഗം മുടക്കത്തില്ല. കഴിവിന്റെ വയ്യേലും പോവും, ചിലടത്തൊക്കെ ഇരുന്നുകൊണ്ട് എന്നാലും യോഗം മുടക്കുകയല്ല. കാരണം ഒരു യോഗത്തിന് പോകാനുള്ളതിന്റെ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ച ആളാണ്. ഒരു 10 രൂപയ്ക്ക് ഞാൻ എത്ര പേരോട്, അന്നത്തെ വിശ്വാസം അത്ര ഉള്ളത് കൊണ്ടാണ് പലരോടും ചെന്ന് ചോദിച്ചു, ഒരു 10 രൂപ, അന്ന് 10 രൂപ മതി. ആരും തന്നില്ല. ഒടുവിൽ അറ്റ കൈ എന്ന് പറഞ്ഞ പോലെ ഒരു സഹോദരനോട് ചെന്ന് ചോദിച്ചു, പുള്ളി 10 തന്നു. ആ 10 രൂപ കിട്ടി. അയ്യോ, എത്ര കിലോമീറ്റർ ഞാൻ ഓടി 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 സന്ധ്യയെല്ലാം കഴിഞ്ഞു. ഉച്ചയ്ക്ക് പ്രൈവറ്റ് ബസ് കയറി ആ യോഗ സ്ഥലത്ത് വന്നു. അത് ഞാൻ വിവരിക്കുന്നില്ല, എവിടെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. ഒരു യോഗം ഞാൻ മുടക്കുകയല്ല, എന്റെ വില അറിഞ്ഞതാണ്. സ്തോത്രം, സ്തോത്രം. ഞാൻ വളരെ പ്രാഗൽഭ്യത്തോടെ പറയാം, നല്ല പ്രാഗൽഭ്യമുണ്ട്. ഈ സഹോദരന്മാരോട് ചോദിച്ചറിയാം, വണ്ടിയിലൊക്കെ പോകുമ്പോൾ ബസ് സ്റ്റോപ്പിലൊക്കെ ചിലർ നിന്നാൽ ഞങ്ങൾ കയറ്റിക്കൊണ്ട് പോകും. അത് പരിചയമൊന്നും വേണ്ട. പിന്നെ ചിലപ്പോൾ സ്പീഡിൽ പോകും. ഇന്നിപ്പോ ഇങ്ങോട്ട് വന്നപ്പോ ആരെയും കയറ്റിയില്ല, അതുപോലത്തെ വരവായിരുന്നു. അതല്ല, ശാന്തമായിട്ടാ പോകുന്ന സമയത്ത് ആൾക്കാർ അത് ഒന്നല്ല പല പ്രാവശ്യം കയറ്റും. ചിലർ 1 2 ഒക്കെ കയറ്റും. പിന്നെ ചില നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഞാൻ ഈ വഴിക്കാണ്, ഇല്ല ഞങ്ങൾക്ക് കടയെ കയറണം, ചുമ്മാതാണ്. എന്തോ ഒരു സൂത്രങ്ങളാണെന്നറിയാമോ ഞങ്ങൾക്ക്. ആരുടെ കട? കഴിഞ്ഞ ദിവസം ഞാൻ ഒരു യോഗം കഴിഞ്ഞപ്പോൾ ഒരാളോട് പറഞ്ഞു, ഒരാളെ ഒന്ന് വിടാം. അയ്യോ, വണ്ടിയെ മുഴുവൻ സാധനങ്ങളാണ്. വേണമെങ്കിൽ വണ്ടിയിൽ ഒരാളെയും കൂടെ, പിന്നെ നമുക്കിതൊക്കെ അറിയരുത്. സ്തോത്രം. വേണേ കേറ്റ, ഇതൊക്കെ ദൈവം കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറയാൻ, നമുക്ക് ദൈവം തരുന്നതാ ഇതല്ല, ദൈവം തരുന്നതാണ്. ഇവിടെ ഞാൻ ഒരു അടക്കത്തിന് പോയപ്പം ഇതിനാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അടക്കത്തിന് പോയപ്പം ആ മെയിൻ റോഡിൽ നിന്ന് ഈ ദുഃഖഭവനം വരെ പോണേ ഒരു 1 കിലോമീറ്ററോളം ഉണ്ട്. അപ്പൊ വണ്ടി അങ്ങോട്ട് തിരിഞ്ഞപ്പോ ഒരു ഹസ്ബൻഡും വൈഫുവാ, അവര് നിൽക്കുക. ഞാൻ ക്ലാസ് നാക്കാൻ പറഞ്ഞ, ഞാൻ ചോദിച്ചു മരണ വീട്ടിലോട്ടാണോ? ഞാൻ അങ്ങോട്ട് ചോദിച്ചു. അയ്യോ ആന്ന്, എന്നാ കേറ. എന്നിട്ട് ഞാൻ കയറ്റി. ആരാണോന്നും എനിക്ക് പരിചയമില്ല, അങ്ങോട്ടൊക്കെ കയറാൻ പറഞ്ഞു. വണ്ടിയൊക്കെ വണ്ടി ഇച്ചിരി അങ്ങോട്ട് പോയപ്പോ ഈ സ്ത്രീയെ എന്നോട് പറഞ്ഞ, പ്രസംഗിക്കുന്നത് പോലെ തന്നെ ആണല്ലോ. അപ്പൊ എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, എന്നാ അമ്മ? അല്ല, പ്രസംഗിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്, ദൈവം തരുന്ന വണ്ടിയാ, വണ്ടി ഇല്ലാതെ ആരിൽ നിന്ന് അവരെ കയറ്റണമെന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, വെച്ച് അനത്തുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ അച്ഛനോട് പറയുന്നു, അച്ഛാ പുള്ളിയാണ്ട് വരുന്നുണ്ട്, നമ്മളെ കയറ്റിയില്ലെങ്കിൽ അടുത്ത ലൈവ് ഞാൻ എഴുതി വിടും, താൻ പറയാൻ പോലൊന്നും അല്ല ഈ തള്ള പറയുക. ഇതൊന്നും അറിഞ്ഞോണ്ടല്ല ഞാനങ്ങ് കയറ്റി. അല്ല, അങ്ങനെയുള്ളവരും ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ശുഭാസോട് ഇവരൊക്കെ പറഞ്ഞു, ഞങ്ങളുടെ അവിടെ ഒരു അമ്മ വരും, ഒരു സാധുവായ അമ്മയാ. അമ്മ സാധുവാണെങ്കിലും അമ്മയുടെ നാക്കിന് അത്ര നല്ല നാക്ക് അങ്ങനെ സാധുവായിട്ടില്ല. എന്നാലും ഞാന് നമ്മുടെ വണ്ടിയേല് അമ്മയെ എപ്പോഴും കൊണ്ടാക്കുകയും 1 2 ഒന്നുമല്ല. പിന്നെ എന്റെ കൂടെ വണ്ടിയെ ഇരിക്കുമ്പോൾ നാക്കും ചൂണ്ടും അടങ്ങിയേ ഇരിക്കുള്ളൂ. അന്നേരം സ്റ്റോപ്പ് ചെയ്യും, ആവശ്യമില്ലാത്ത പറയരുതെന്ന് പറയും.
കൊണ്ടുപോകും. അത് ഈ വണ്ടിയെ കൊണ്ടുപോകും. അമ്മ ഒരു സാധുവായ അമ്മയാ, വളരെ ബുദ്ധിമുട്ടി കൂടെ പോകുന്നു. ഒന്നും രണ്ടും അല്ല, എത്രയോ വട്ടം. ഞാൻ പറഞ്ഞു തിരുവല്ലായിലും അല്ലെങ്കിൽ നമ്മുടെ ഇടയിലൊക്കെ ധാരാളം പാസ്റ്റേഴ്സ് ഉണ്ട്. എല്ലാവരെയും ഒന്നും ഞാൻ വിധിക്കുന്നില്ല, ഞാൻ വിധിക്കാൻ ആളുമല്ല. ചിലപ്പോ 1 or 2 വട്ടം കൊണ്ടുപോകുമായിരിക്കും. പിന്നെ അമ്മയെ കാണുമ്പോ മിക്കവാറും മറ്റേ പുള്ളി പറഞ്ഞാൽ കടയിൽ കയറണമെന്ന് പറയും. 1, 2, 10, 20 പ്രാവശ്യമല്ല. നല്ല പ്രാഗൽഭ്യമുണ്ട്. എന്നോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, ഈ തള്ളവനെയൊക്കെ കേട്ടിക്കൊണ്ട് ഈ വണ്ടിയെ. ഞാൻ പറഞ്ഞടാ എന്നാ നീ ഇത് കണ്ടത്, എന്നാ ഇത് ഉണ്ടായത്? പോകുന്ന പോക്കിന് ഇത് മുട്ടിയോ തട്ടിയോ പോയാൽ തീർന്നില്ലേ? ഇടപാട് തീർന്നല്ലോ. ആർക്കും ഒന്നും വരാതിരിക്കട്ടെ, ഒന്നും കണ്ട് ഞെളിയരുതെന്നായി പറഞ്ഞത്. ഞങ്ങളുടെ വീട്ടിലും ധാരാളം പേര് വരും. അത് വെള്ളി ശനി ഞായറൊക്കെ ധാരാളം ആൾക്കാരാ. ചിലപ്പം 12 പേരും 17 പേരും ഒക്കെ രാത്രി വിശ്രമിക്കുന്നു. എല്ലാവർക്കും കിടക്കാൻ കാട്ടിലൊന്നുമില്ല. വരുന്നവർ, ഞാൻ പറഞ്ഞോണ്ട്, ഞങ്ങളുടെ വീട്ടിൽ വരുന്നവര് സഹകരിച്ച് നിന്നോണം. അവിടെ വരുന്നവര് ആർക്കും വരാം. ഞാൻ ഹോളിലോട്ട് വലിയ പായും ഒക്കെ വിട്ടു കൊടുക്കും, ഷീറ്റും ഒക്കെ കൊടുക്കും. അങ്ങോട്ട് ഉള്ളത് വീതിച്ച് കിടക്കാൻ പറയും. നാളൊരു ദിവസം എന്നോട് നമ്മുടെ ഒരു കർത്തദാസനും ദേവദാസി ഫോണിൽ കൂടെ ചോദിച്ചു, ഇന്ന് എത്ര പേരുണ്ട്? ഞാൻ പറഞ്ഞു, ഇന്ന് 17 പേരുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ വാടകയ്ക്കാണെങ്കിലും സ്വന്തമാണെങ്കിലും ഇത് ദൈവം തരുന്നതാണ്. ഞാൻ രേണുവിന് ചിലപ്പം വയ്യാത്തത് കൊണ്ട് എഴുന്നേറ്റില്ല രാവിലെ. ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റ് കട്ടന് വിട്ടു കൊടുക്കും. വെളുപ്പിനെ എഴുന്നേക്കും ഞാൻ. എപ്പോഴും ചിലപ്പോൾ ഒത്തൊന്നും വരികയല്ല. ഉള്ള ഭക്ഷണം അതവരെല്ലാം കഴിച്ചോന്ന് ഉറപ്പ് വരുത്തി വെച്ചേ ഞാൻ കഴിക്കുകയുള്ളൂ. നിങ്ങളും അങ്ങനെയൊക്കെ തന്നെ. ഇതൊക്കെ പ്രസംഗിക്കാൻ നല്ല പ്രാഗൽഭ്യമാണ്. സ്തോത്രം. അല്ലാതെ സ്റ്റേജിൽ നിന്ന് പോയിന്റ് മാത്രം പറഞ്ഞാൽ പോരാ. 7 പോയിന്റ് ഉണ്ട്. ഒക്കുന്നെങ്കിൽ ഞാൻ 2 പോയിന്റും കൂടെ ഇറക്കി വെച്ച്, കൂടുതൽ ഇറക്കിയില്ലെങ്കിലും ജീവിതത്തിൽ കുറെയൊക്കെ ഒന്ന്, ഇതൊക്കെ നല്ല പ്രാഗൽഭ്യമാണ്. ദൈവകൃപ കൊണ്ട് കൂട്ടായ്മയെ ആചരിച്ച തുടങ്ങിയ അന്ന് മുതൽ ദൈവം അനുവദിച്ച അവിടുത്തെ വരവ് താമസിച്ചാൽ നാളെ പകൽ വരെ വരുന്ന എല്ലാവർക്കും സഭായത്തിന് ഭക്ഷണം കൊടുക്കും. വിശന്ന് പോകരുത്. ഇത് കൂടുതൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനും ഒക്കെ ഞാനും അവരെല്ലാം സഹായിക്കും, എല്ലാവരും സഹായിക്കും. എന്നാലും മേൽനോട്ടം ഉണ്ട്. ഇപ്പോഴും ഇവിടുന്ന് ഉച്ചയ്ക്ക് പോയിട്ട് ചെന്ന് മീൻ കൂട്ടാനെല്ലാം വെച്ചേക്കാൻ ഞാൻ വന്നു. പിന്നെ അതിനല്ലേ നാളെ വരാൻ പറഞ്ഞു. അന്നേരം എവിടെ ഇരിക്കാന്ന് പറഞ്ഞു. ഇനി ചെന്നിട്ടും ഉണ്ട് പണി. നിങ്ങൾ എന്റെ സഭയിൽ അവരോട് ചോദിക്കും, ഇവർക്കെല്ലാം അറിയാം. ചർച്ചിലുള്ള മുഴുവൻ ആൾക്കാരും കഴിച്ച് തൃപ്തി വന്നെന്ന് ഉറപ്പ് വന്നെങ്കിലേ ഞാൻ കഴിക്കും. ഇതൊക്കെ നല്ല പ്രാഗൽഭ്യമുണ്ട്. അതുകൊണ്ടാണ് ഉറപ്പ് വരുത്തുക. ചിലപ്പോ ഞാൻ അന്നേരം അവിടെ വെച്ച് കഴിക്കത്തുമില്ല. ചിലപ്പം വീട്ടിലൊക്കെ പോയിട്ടായിരിക്കും എന്തെങ്കിലും. ചിലപ്പോ കഴിച്ചാലായി. നല്ല പ്രാഗൽഭ്യത്തോടാണ് ഇതൊക്കെ പറയുന്നത്. സ്തോത്രം. ആട്ടെ, ഞാൻ ഇടയ്ക്ക് കയറി 1-2 കാര്യം പറഞ്ഞതേ ഉള്ളൂ. അതൊക്കെ ദൈവകൃപയാ കേട്ടോ, ദൈവകൃപയാ. നമ്മുടെ വിശേഷതയൊന്നുമല്ല, ദൈവകൃപയാ. എന്നാ ഇത് ഇങ്ങനെ ചെയ്യാൻ കാര്യം നമ്മുടെ മേലൊരു അഭിഷേകമുള്ളത് കൊണ്ടാണ്. നമ്മുടെ കുടുംബ മഹിമയല്ല, കുടുംബശ്രേഷ്ഠതയല്ല, നമ്മുടെ വൈഭവം കൊണ്ട് കിട്ടിയതല്ല. ദൈവം നമ്മുടെ മേൽ ഒരു അഭിഷേകം തന്നിരിക്കുന്നത് കൊണ്ടാണ്. ഈ അഭിഷേകം ചോർത്തി കളയരുത്. ഈ അഭിഷേകം നഷ്ടപ്പെടുത്തി കളയരുത്. ആരെങ്കിലും 10 പൈസ തരുന്നെങ്കിൽ, 10 രൂപ തരുന്നെങ്കിൽ, 1 ഗ്ലാസ് വെള്ളം തരുന്നെങ്കിൽ, കിടക്കാൻ ഇടം തരുന്നെങ്കിൽ, വണ്ടിയെ കയറ്റുന്നെങ്കിൽ, ഇരുത്തുന്നെങ്കിൽ, നമ്മുടെ മിടുക്ക് കൊണ്ടല്ല, ദൈവത്തിന്റെ അഭിഷേകമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പ്രിയരെ, അഭിഷേകത്തിന് ഭംഗം വരുന്ന, അഭിഷേകം ചോർന്നു പോകുന്ന, അഭിഷേകത്തിന് ഹാനി വരുത്തുന്ന ഒരു കാര്യത്തിലും ദൈവമക്കൾ ഇടപെടരുത്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. എന്റെ ആഗ്രഹവും അന്ത്യം വരെ ഇങ്ങനെ പോകണമെന്ന്. ദൈവത്തിന് മഹത്വം. ഞാൻ ഞങ്ങളുടെ വീട്ടിൽ വരുന്നവരോടൊക്കെ പറയുന്നത്, നിങ്ങൾക്ക് ദാഹിക്കുകയോ വിശക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അടുക്കളയിൽ കയറിക്കോണം. ചിലപ്പോൾ എപ്പോഴും എടുത്തു തരാനും വന്ന് ഓർത്തുന്ന അവിടെ പഞ്ചസാര അവിടെ ഇരിപ്പുണ്ട്, കാപ്പിപ്പൊടി അവിടെ ഇരിപ്പുണ്ട്, തേയില അവിടെ ഇരിപ്പുണ്ട്. ഇഷ്ടമുള്ളപ്പം കയറി ചായ ഇടുകയോ കുടിച്ചോണം.
വിശക്കുന്നുണ്ട്, ഫ്രിഡ്ജിനകത്തോ വെളിയിലോ എന്തെങ്കിലും ഒക്കെ ഇരിക്കുന്നുണ്ടോ എടുത്ത് കഴിച്ചോണം. കളയരുത്, കളഞ്ഞാ വിധമാണ്. കളയാനൊക്കത്തില്ല. ആവശ്യമുള്ള ഭക്ഷണം മേടിച്ചോണം, എടുത്തോണം, തൃപ്തിയാകും വണ്ണം കഴിച്ചോണം. ഉള്ളത് ഒരു സാധനം കളയാൻ ഇതിന് വിലയുള്ളതാ. ദൈവമക്കള് ദൈവനാമത്തിൽ തരുന്നതാ, അതിനെല്ലാം വിലയുള്ളതാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതൊരു അഭിഷേകം കൊണ്ടേ ഇത് ഒക്കുള്ളൂ കേട്ടോ. ദൈവത്തിന്റെ മകത്ത് ഇതൊരു അഭിഷേകമാണ്. അപ്പൊ ഈ നമ്മുടെ മേൽ പകർന്ന അഭിഷേകം ചോർത്തി കളയരുത്. ദൈവത്തിന്റെ മഹത്വം. ദാവീദ് യോനാഥാനുമായിട്ട് അവൻ പറ്റുമാനം വരിക. അപ്പൊ യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സോട് പറ്റിച്ചേർന്ന്. അതിന് കാരണം ദാവീദിന്റെ മേലൊരു അഭിഷേകമുണ്ട്. 17-ാം അധ്യായത്തിലെ ശുശ്രൂഷയാ 18-ൽ ഇവർ തമ്മിൽ അടുക്കാൻ കാര്യം. എന്നാ 17-ലെ വിഷയം നിങ്ങൾക്കറിയാം, അത് പറയണ്ടല്ലോ. 40 ദിവസമായി മിടുക്കന്മാരെ കൊണ്ട് നടത്താഞ്ഞ കാര്യമാ അവ ക്ഷണനേരം കൊണ്ട് ദാവീദിനെ കൊണ്ട് ദൈവം ചെയ്യിപ്പിച്ചു. 40 ദിവസമായിട്ട് ചുമ്മാ വിക്ടറി, കാൽവറി, ജീസസ് എന്നും പറഞ്ഞിങ്ങനെ പാമ്പ് ചീറ്റും പോലെ ചീറ്റി നിൽക്കുന്നല്ലാതെ 40 ദിവസം ബാനറും ഒക്കെ വലിച്ചു കെട്ടി 40 days ഫാസ്റ്റിംഗ്. ദാവീദ് സമയമായപ്പോ ഇങ്ങോട്ട് വന്ന അപ്പൻ ദാവീദിനെ വിളിച്ചു പറഞ്ഞേടാ മോനെ, ഇഷായി പറ, ചേട്ടന്മാരെല്ലാം മിലിറ്ററിയിലാണ്, സുബേദാറും മേജറും പിന്നെന്തോ ക്യാപ്റ്റനും. അപ്പം നീ അവിടെ മരുന്ന് പോണം. എന്തിനാ പറ്റും? ഇവന്മാര് പോയിട്ട് വിവരം ഒന്നുമില്ല. ഇവന്മാരവിടെ എന്നാ എടുക്കുകയാണെന്ന്. ഈ ഒരു പറ മലരും 10 പാൽക്കട്ടിയും പകത്ത് അപകർഷണം. പാൽക്കട്ടി 10 സഹസ്രാധിപന് കൊടുത്തേക്കണം. പക്ഷെ പിന്നെ മലരോ അവന്മാർക്ക് കൊടുക്ക്. ഒന്നും നടന്നില്ല. കുറച്ചെങ്കിലും കൺവെൻഷന് പോയിട്ട് അതിലെ കടകളെ കുറിച്ച് കണക്കുന്ന കണ്ടിട്ടില്ലേ? കാരണം അവിടുന്ന് ഒന്നും കിട്ടാനില്ല. എന്നാ പിന്നെ അപ്പൊ ഇങ്ങനെ ദാവീദ് പടക്കളത്തിലോട്ട് വന്നപ്പം കേൾക്കുന്ന വാചകം മുഴുവൻ ഇസ്രായേലിന്റെ ദൈവത്തെ നിന്ദിക്കുന്നു. അഭിഷേകമുള്ളവൻ ഇത് കേട്ട അടങ്ങിയിരിക്കുകയല്ല. അതാ അഭിഷേകത്തിന്റെ വിശേഷം. മറ്റവന്മാർക്ക് അഭിഷേകം പോയത് കൊണ്ട് അവന്മാർക്ക് ഇതൊന്നും അവർക്ക് വിഷയം. ശൗലിനാണ് അഭിഷേകം പോയി, അവസാനം ഭൂതം കയറി നൊരയും പതയും ചാടി. പുള്ളി ഏതാണ്ടല്ലോ അങ്ങ് പറയാ. വേറെ പുസ്തകം ഉറഞ്ഞു പറയുന്നെന്നാ. ഭൂതവാ ഉറഞ്ഞു. അണ്ട 18-ന്റെ 10 വായിച്ചേ. ശാമുവേലിന്റെ പിറ്റേനാൾ ദൈവത്തിന്റെ പക്കൽ നിന്ന് ഉറഞ്ഞു പറയുക. എന്നതാണ് പുള്ളിക്കും അറിയാൻ മേലെ, കേൾക്കുന്നവർക്കും അറിയത്തില്ല. ആൾക്കാർ പറയും അച്ഛൻ ആത്മാവിലാണ്. എന്തോ ആത്മാവ്? ഉറഞ്ഞു പറയുക. ഈ പരുവത്തിലാ ശൗല്. കൂടെയുള്ളവരും ഇതൊക്കെ തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഗോലിയാത്ത് ദൈവത്തെ നിന്ദിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവത്തെ നിന്ദിക്കുക, അത് അഭിഷേകം പ്രാപിച്ചവന് കേട്ടിരിക്കാനൊക്കത്തില്ല. അവൻ പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് പറഞ്ഞു, ഇവനെ ഇപ്പം വീഴ്ത്തു എന്ന് പറഞ്ഞു. ഇവനെ ഇപ്പം ഞാൻ പറഞ്ഞു. അപ്പം ദാവീദിന്റെ ചേട്ടന്മാര് ഷമ്മ, ഏലിയാബ്, ഷിമയി ഇവരെല്ലാം കൂടെ പറഞ്ഞു, നീ ആടിനെ എല്ലാം ആര് ഏൽപ്പിച്ചു വെച്ചാ നീ വട കാണാമെന്ന് പറഞ്ഞു. ആടിനെ മാർക്കിപ്പോ അങ്ങ് ആത്മഭാരം ഇതുവരെ ഇല്ലാത്ത. നിങ്ങൾ ചിലരുടെ ആത്മഭാരമൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? കാശുള്ളവരെ കാണുമ്പോൾ ഭയങ്കര ആത്മഭാരമാണ്. ഭയങ്കര കാശും പുത്തനും ചുറ്റുപാടും ഇല്ലാത്തവനെ കാണുമ്പോ അത്രയും ഭാരം. ചില എല്ലാവരും അങ്ങ് പരസ്യമൊക്കെ സഭയായിട്ട് ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കാം. ഏതായാലും പ്രശ്നമാകുമെന്ന് എനിക്കറിയാം. അങ്ങനെ പരസ്യോഗം നടത്തുമ്പം പുറമ്പോക്ക് താമസിക്കുന്ന സാധുവായ ഒരുവൻ രക്ഷിക്കപ്പെട്ടു. വീടുമില്ല, ചുറ്റുപാടുമില്ല, കളറുമില്ല, നിറവുമില്ല, കാശുമില്ല, ശ്രേഷ്ഠതയില്ല. അവൻ പറയാ, ഞാനും രക്ഷിക്കപ്പെട്ടു, നിങ്ങളുടെ കൂടെ വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ നമ്മുടെ മനോഗതി എന്തായിരിക്കും? നല്ല മനസ്സുള്ളവരുണ്ട്.
ബ്രദറെ അത് നിങ്ങളുടെ അടുത്ത് വേറെ ചില സഭയിലൊക്കെ ആൾക്കാർക്ക് അംഗത്വം കൊടുക്കുന്ന വലിയ ലിസ്റ്റാ. എവിടാന്നൊന്നും ചോദിക്കരുത്. സ്വന്തമായിട്ട് വീടില്ലാത്തവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുകയല്ലെന്ന്. ആത്മഭാരമാ. സ്വന്തമായിട്ട് മനസ്സിലായി കാണും. എവിടാണെന്ന് എനിക്കറിയാം, പക്ഷെ പൊതുവെ പറയുന്നത് മോശമല്ലേ? അതുകൊണ്ട് വേണ്ട. ഭയങ്കര ആത്മഭാരമാ. ചിലര് ആൾക്കാരെയൊക്കെ ഒന്ന് പരിശോധിക്കും, എങ്ങനെ ഉണ്ട്. സ്വഭാവമല്ല, സ്റ്റാറ്റസിന്. ഈ പുസ്തകം തന്നെ ആണോ പ്രസംഗിക്കുന്നേ? ഇത് തന്നെയാണോ കയ്യിലിരിക്കുന്നേ? ദൈവത്തിന് മഹത്വം. അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവന്റെ മുമ്പിലാ ഞാനും നിങ്ങളും ഇരിക്കുന്നത്. നീതിയോടെ വിധിക്കുന്നവന്റെ സന്നിധിയിലാ വന്നിരിക്കുന്നത്. ഉൾഭൂവകളെയും നിലവുകളെയും ആരായുന്നവനുമായിട്ടാ കൂട്ടായ്മ. ചിലക്കങ്ങ് ഭയങ്കര ആത്മഭാരത്തോടെ ഒരാൾ രക്ഷിക്കപ്പെട്ടു വന്നാ പറയാം, ബ്രദറെ അത് നിങ്ങളെ പോലുള്ളവർക്ക് ഇവിടെ മെമ്പർഷിപ്പ്. ഒരാളിൻ്റെ അടുക്ക സങ്കടത്തോടെ വന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ ആർക്കും വേണ്ടാത്തവരും ഉപേക്ഷിച്ചവരും അശരണരൊക്കെ അങ്ങോട്ട് പോരാൻ പറഞ്ഞു. എനിക്ക് അങ്ങനത്തത് മതി, മറ്റവര് വരരുതെന്നൊന്നും അല്ല പറഞ്ഞേ. അല്ല, ആർക്കും വേണ്ടാത്തവര്, ആരും ഗവനിക്കുന്നില്ല, ആരും മാനിക്കുന്നില്ല. വാ, ഇത് ചുമ്മാ പറഞ്ഞതൊന്നും അല്ല കേട്ടോ. നിങ്ങൾ ഒന്ന് അന്വേഷിക്കും. ചുമ്മാ പറഞ്ഞൊന്നുമല്ല. ദൈവത്തിന് മഹത്വം. നമ്മളെ നല്ലതുപോലെ അറിയുന്ന കർത്താവുണ്ട്. ദൈവത്തിന് മഹത്വം. നല്ലതുപോലെ അറിയുന്ന ദൈവം. അപ്പൊ ഈ മിടുക്കന്മാരെല്ലാം ചോദിച്ചു, നീ പട കാണാൻ വന്നതല്ലേ? ദാവീദ് പറഞ്ഞ, അല്ല അച്ഛാ, പട കാണാൻ വന്നതല്ല, അപ്പച്ചനെ എന്നെ ഇങ്ങോട്ട് വിട്ടതാ. പക്ഷെ ഇവിടെ വന്നപ്പോ അവന്റെ വെല്ലുവിളി കേട്ടു, എന്നാലും എനിക്ക് അഭിഷേകം ഒന്ന് ചോദിച്ചു, ഇവനെ ഞാൻ താഴെ ഇടുമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, അങ്ങനെ ഇവിടെ പെട്ടെന്നൊന്നും അങ്ങനെ ശുശ്രൂഷയ്ക്ക് അവസരം തരത്തിൽ. ഇവിടെ കമ്മിറ്റി കൂടണം, കൗൺസില് തീരുമാനിക്കണം, പിന്നെ പ്രസിഡന്റ് ദുരാത്മാവ് കയറി നിൽക്കുക. ആരാ? ശൗല്. എന്താ പ്രസിഡന്റ്? അവൻ പറഞ്ഞു, എന്നാ പ്രസിഡന്റിനോടൊന്നും. അവൻ വന്ന് പറഞ്ഞു, ആച്ചാ, ഞങ്ങള് 40 days ആയിട്ട് ഇങ്ങനെ തയ്യക്കാരൻ നിൽക്കും പോലെ നിൽക്കുക, ഗ്ലോറി, വിക്ടറി, കാൽവറി എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക, ഒന്നും നടക്കുന്നില്ല. പക്ഷെ ഇപ്പൊ ഒരു പയ്യൻ വന്നിട്ടുണ്ട്, അവനെ താഴെ ഇടുമെന്നാ പറഞ്ഞു. അപ്പൊ ചോദിച്ചു, അവൻ IPC ആണോ ചർച്ച കൂടാണോ ഏത് സഭയാണെന്നൊന്നും അറിയാൻ പറ്റില്ല, പക്ഷെ ഒരു അഭിഷേകം ഉണ്ട് അവന്റെ മേ. അപ്പൊ ചോദിച്ചു, എന്നാ ഒന്ന് നോക്കട്ടെ. ശൗല് വന്ന് ചോദിച്ചു, മോനെ നീ ഏതാ? പറഞ്ഞു, എന്ത് തിരുമേനി, ഞാന് ഇശായിയുടെ ഇളയ ചെറുക്കനാ. നീ മണക്കാലയിലാണോ പഠിച്ചത്, അതോ മുളക്കുഴയിലാണോ പഠിച്ചത്, അതോ പുനലൂരാണോ പഠിച്ചത്, അതോ SABC-യിലാണോ, അതോ എവിടാണ്, അതോ അവിടെ ഡൽഹിയിലെ പിള്ളേടെ എവിടാ പഠിച്ചത്? ദാവീദ് പറഞ്ഞു, ഞാൻ ഇന്നും പഠിച്ചില്ല, പഠിക്കണമെന്നുണ്ട്, ഇവന്മാരും എന്നെ പഠിപ്പിക്കത്തില്ല. പിന്നെ ഞാൻ ആകെ കൂടെ പഠിച്ചത് ആടുമായിട്ട് കുറെ നാള്. പക്ഷേ പുസ്തകത്തിലെ പഠിത്തം ഒന്നും എന്റെ കയ്യിലും ഇല്ലെങ്കിലും അനുഭവത്തിൽ ഞാൻ ചിലത് പഠിച്ചു. പുസ്തകത്തിലെ പഠിത്തം തിയോളജി പഠിക്കുന്ന മോശമാണെന്നല്ല, പഠിച്ചോ. ന്യൂമറ്റോളജിയും ആന്ത്രോപോളജിയും എന്തുവാ, ഏഞ്ചലോളജി, ദൂതശാസ്ത്രം അല്ലേ? വേറെ 14 കണ്ടല്ലോ. ദൈവത്തിന് മഹത്വം. തിയോളജി ഒന്നും അറിയത്തില്ല, പക്ഷേ ഡിഗ്രി ഒന്നും സമ്പാദിച്ചില്ലെങ്കിലും അനുഭവമുണ്ട് എനിക്ക്.
ശൗല് ചോദിച്ചു, എന്തുവാടാ കൊച്ചനെ അനുഭവം? ദാവീദ് പോയി, എന്റെ തിരുമേനി, ഞാന് പണ്ട് എന്റെ അപ്പച്ചന്റെ ആടിനെ മേയിച്ചോണ്ട് ഇങ്ങനെ വനത്തിൽ കൂടെ പോകുമ്പോൾ ഒരിക്കലൊരു സിംഹം ചാടി ഇങ്ങോട്ട് വന്നു. എന്റെ പരിധിയിൽപ്പെട്ട ആട്ടിൻകുട്ടിയെ പിടിച്ചപ്പം ഞാൻ നോക്കുന്നില്ല, അഭിഷേകത്തിന്റെ ശക്തിയിൽ അങ്ങോട്ട് ചെന്ന്, എന്റെ ഭാഷയാ, സിംഹത്തിന്റെ മേത്താടിയും കീത്താടിയും അകത്തി വെച്ച് ആട്ടിൻകുട്ടിയെ പിടിച്ചിഞ്ഞു വാങ്ങി. Praise the Lord. ഇതുപോലെ ഒരിക്കൽ ഒരു കരടി വന്നു, എന്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒന്നിനെ പിടിച്ചപ്പോൾ, തിയോളജി ഒന്നും എനിക്കറിയത്തില്ല, ദൈവത്തിന് മഹത്വം, ആ കരടിയെ അടിച്ചൊതുക്കിയ ആട്ടിൻകുട്ടിയെ പിടിച്ചിഞ്ഞു വാങ്ങി. സാക്ഷിയുടെ രക്തചുരുക്കം ഞാൻ ഇങ്ങനെ പറയാം, സാക്ഷിയുടെ രക്തചുരുക്കം ഇതാ, എന്റെ തിരുമേനി, സിംഹം വന്നപ്പോൾ സിംഹത്തെക്കാളും ബലം, കരടി വന്നപ്പോൾ കരടിയെക്കാളും ബലം. അങ്ങനെയെങ്കിൽ ഈ ഗോലിയാത്തിനേക്കാൾ ഇന്ന് രാത്രി ദൈവം ബല പകരാൻ പോകുകയാ. നിനക്കെതിരെ വരുന്ന, നിനക്ക് വിരോധമായി വരുന്ന, നിനക്ക് പ്രതികൂലമായി വരുന്ന ദുഷ്ട ശക്തികളുടെ മേൽ ഇന്ന് രാത്രി വിടുതലെടുക്ക്, വിടുതലെടുക്ക്, വിടുതലെടുക്ക്. ഇന്ന് രാത്രി ദൈവത്തിന് വിടുവിക്കുന്ന രാത്രിയാ. കോടികൾ അടിക്കട്ടെ, ജീവിതത്തിനെതിരെ, നന്മയ്ക്കെതിരെ, കുടുംബത്തിനെതിരെ, ആരോഗ്യത്തിനെതിരെ. ഉടമക്കെട്ടി, മടവച്ചാര, ഗുരവക്കെട്ടി, അമ്പലവെള്ളി, വേദിക്കെട്ടി, ഉടയാരാജ, വൈഡപ്രവന, ഇന്ന് രാത്രി വിടുതൽ. രോഗബന്ധനം അടിക്കട്ടെ, രോഗാത്മാവ് അടിക്കട്ടെ, അന്ധകാരത്തിന്റെ കോട്ടകൾ ഇന്ന് രാത്രി അടിയട്ടെന്ന്. അടന്തല ജഗത്തുരി അടൽമനകടകതന വിരിവികവല, ഇന്ന് രാത്രി വിടുതൽ, വിടുതൽ, വിടുതൽ യേശുവിന്റെ നാമത്തിൽ. കെട്ടുകൾ പൊട്ടട്ടെ, സാത്താന്റെ കെട്ടുകൾ അടിപ്പാൻ പ്രത്യക്ഷനായ ദൈവപുത്രന്റെ ശക്തി. ഊടബലപടബല തിരി കര കുടി കരാധല തിരവരപടബലപടം ഉടവര വിരിവിരി തിരപ്രബടബലപടബല. ഹല്ലേലൂയ. ഇതാ സാക്ഷി, ഇത്രയുള്ളൂ സാക്ഷ്യം. സിംഹം വന്നപ്പോഴേക്കാൾ സിംഹത്തെക്കാളും മേലം, കരടി വന്നപ്പോ കരടിയെക്കാളും മേലം. അങ്ങനെയാണെങ്കിൽ ഗോലിയാത്തൊന്നും വിഷയമല്ല, അവനെ തറ പറ്റിക്കുന്ന അഭിഷേകമായ എന്റെ മേൽ. ഇന്നത്തെ പല ദാവീദും സാക്ഷ്യം ഇതാ. ഞങ്ങളുടെ അപ്പച്ചൻ പണ്ടൊരു സിംഹത്തെ, എന്റെ ഗ്രാൻഡ് ഫാദർ പണ്ടൊരു കരടിയെ, അപ്പച്ചൻ അടിച്ച കരടിയുടെ എല്ലാണ് ഈ ഷോക്കീസ്. നീ അപ്പച്ചൻ ചെയ്തു ശുശ്രൂഷ, നല്ല കാര്യം. നീ വല്ലതും ചെയ്തോ? നീ എന്തോ ചെയ്തു? അപ്പച്ചൻ ആത്മാവിൽ എഴുതിയ പാട്ട്, അപ്പച്ചൻ ആത്മാവിൽ കഷ്ടതയുടെ തീച്ചൂടെ കൂടെ പോയപ്പോ പാട്ടെഴുതി. അതിപ്പം കൊച്ചുമക്കൾ ഇപ്പം വിറ്റ് അപ്പച്ചൻ കഷ്ടതയുടെ തീച്ചൂടെ കൂടി പോയി അവൻ വേല ചെയ്തതല്ല ഇപ്പൊ പുസ്തകമാക്കി വെച്ച് അത് വിറ്റ് എല്ലാരും അല്ല. അപ്പച്ചന്റെ പാരമ്പര്യം പറഞ്ഞ് അത് മുതലാക്കുന്നവരും. നീ വല്ലതും ചെയ്തോ? നീ എന്തോ ചെയ്തു? ദാവീദിന് അപ്പച്ചൻ ചെയ്തതൊന്നുമല്ല, എന്റെ കൈ കൊണ്ട് എന്റെ ദൈവം ചെയ്യിപ്പിച്ചു. ഈ സാക്ഷി കേട്ടപ്പം ശൗലിനെ അളക്കം. ഈ ഭൂതവാന്തയിലും ചില സാക്ഷി കേൾക്കുമ്പോ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ശൗല് ഉടനെ പറഞ്ഞു, അബ്നേരി ഏതാടാ ഈ പയ്യൻ? നിന്റെ പൊന്നു തിരുമേനി, പുള്ളി ഒന്നും നോക്കിയില്ല, കിട്ടിയിരുന്നത് കോട്ടുടനെ. ആ വീടും ചിന്തിച്ചു, ആ തിരുമേനി തന്നതല്ലേ അന്ന? ആ വീട് തിരുമേനി തന്ന കോട്ട് ഇട്ടിട്ട് ഇപ്പം നടക്കാൻ വയ്യ.
നമ്മളാന്ന് ഏതായാലും തിരുമേനി എന്നാ ഇതിന് ഒരു 3-4 ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഈ ഫോട്ടോ പറയുന്നില്ല. ദാവീദിന്റെ കൃപ ശീലമില്ല, നടക്കാനും വയ്യ. അന്നേരം ഒരു തിരുമേനിക്ക് തന്നെ കൊടുത്തു. എന്റെ പൊന്നു തിരുമേനി, ഞാനിത് ഇട്ടുകൊണ്ട് ശുശ്രൂഷ ചെയ്താലൊന്നും ശ്വാസം വിടാൻ പറ്റുമോ? വാക്യം പറയാൻ പറ്റുമോ? മനസ്സിലാകുന്നുണ്ടോ? അതിനിടയ്ക്ക് കരണ്ടും പോയി. മനസ്സിലാകുന്നുണ്ടല്ലോ? അതിനിടയ്ക്ക് കരണ്ടും പോയി. ഇവിടെ ഒരു കല്യാണത്തിന് പോയി. എന്തോ ചൂടാ, മുഴുവൻ ചയ്യും കോട്ടും കെട്ടി. എന്തോ ചൂടാ. അമേരിക്കക്കാര് ചയ്യും കോട്ടും കെട്ടുന്ന അവിടുത്തെ അന്തരീക്ഷവും കാലാവസ്ഥ ഇല്ല. അത് കണ്ടോണ്ട് നമ്മൾ തിരുവല്ലായിൽ ഈ മീനച്ചൂടിന് പാമ്പ് ചാകുന്ന വെയില്. ഞാൻ നോക്കുമ്പോ ഒരുത്താൻ ഊരിയ ചൊറൊച്ച കോട്ടിടുന്ന തെറ്റാന്നോ കളിയാക്കി പറഞ്ഞതല്ല. ദാവീദ് പറഞ്ഞ എന്റെ തിരുമേനി ഇത് ഇട്ടൊന്നും ശീലമില്ല, പിടിച്ചോളാൻ പറഞ്ഞു. ദാവീദ് തോട്ടിൽ നിന്ന് 5 കല്ല് എടുത്തല്ലോ, മിനുസമുള്ള അത് സഞ്ചിയിലുണ്ട്. എന്റെ ഭാഷയാ. പ്രാർത്ഥിച്ചതിലൊരു കല്ലെടുത്ത കവണയിൽ വെച്ചോടനെ എറിഞ്ഞൊന്നുമില്ല കേട്ടോ. വെച്ച് നമ്മൾ വന്ന ഉടനെ നന്നാ കസേരയിൽ ഇരുന്നില്ല. അതിനു മുന്നേ ചുമ്മാ ഈ എന്നെ വെളിവില്ലാത്തതിനെ ദാവീദ് കല്ലെടുത്ത് കവണയിൽ വെച്ചോടനെ എറിഞ്ഞില്ല, അവിടെ വെച്ച് വീശി. അതാ ശുശ്രൂഷയുടെ താന്മയത്വമാണ്. വെച്ച് വീശണം. നമ്മൾ വെച്ച ഉടനെ എറിയോ? ഒരൊറ്റ കല്ല് കൊള്ളുകയില്ല. ഒരു ലോഡ് കല്ലിറക്കിയാൽ പോലും. ദാവീദ് കല്ലെടുത്ത് കവണയിൽ വെച്ചൊന്ന് വീശിയത് തന്നെ വെച്ചാൽ ഇങ്ങനെ വീശി അവന്റെ നെറ്റിക്കിട്ട് ഉന്നം പിടിച്ചു. ഇങ്ങനെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, അവന്റെ തിരുനെറ്റി. നമ്മുടെ ലക്ഷ്യം ഒന്നേ ഉള്ളു കേട്ടോ. അവന്റെ തിരുനെറ്റിക്കിട്ട് ഉന്നം പിടിച്ചു ഇങ്ങനെ വീശി. എന്റെ ഭാഷയാ. ദൈവകൃപയിൽ അങ്ങോട്ട് നിറഞ്ഞ് അതിന്റെ ആ നല്ല അന്തരീക്ഷത്തിൽ വന്നപ്പോൾ ഒറ്റ ഏറ് സൂക്ഷം കല്ല് എന്ന തിരുനെറ്റി. ഇത് അഭിഷേകമുള്ളത് കൊണ്ടാണ്. നമ്മള് നെറ്റിക്കിട്ട് ഉന്നം പിടിക്കും, കല്ല് എന്ന് കൊള്ളുന്നത് മുട്ടയിലുമായിരിക്കും കാലിന്റെ. അവൻ ആ കല്ലെടുത്ത് തിരിച്ച് നമുക്കിട്ട് നമ്മുടെ 6-ാം മാലിക്ക് കൊണ്ട്. പിന്നെ നമ്മൾ 3 ആഴ്ച സഭായത്തിന് അതിൽ പറഞ്ഞത് എന്നാ സഭായത്തിന് 3-4 ആഴ്ചയായിട്ട് ഈ അമ്മാമിയെ തെക്കേത്തുണ്ടിയിലെ പ്രാർത്ഥന കഴിഞ്ഞേ പിന്നെ എനിക്ക് ഈ സ്തോത്രം പറയാതെ ഊമം തെറ്റുന്ന പിയായി നല്ല 6-ാം മാലി നോക്കി എറിഞ്ഞു. നീ കൈയടിക്കത്തുമില്ല, പാടുകയില്ല, പ്രാർത്ഥിക്കുകയില്ല, ദൈവത്തെ ചുമ്മാ കുത്തിയിരുന്ന് ഉറങ്ങുക. ജാജിന് മനസ്സിലായി നല്ല ഏറ് കൊടുക്കാന്ന്. നല്ല ഏറ് നിന്റെ വാരിയല് 3 എണ്ണം ഒടിഞ്ഞ്. എടാ, പെന്തിക്കോസ് ആരാധന വന്നവൻ വിടുതൽ പ്രാപിച്ചു പോകണം. രോഗിയായിട്ടായിരിക്കും വന്നത്, പക്ഷെ ഇവിടുന്ന് പോകുമ്പോ സൗഖ്യത്തോടെ പോകണം. മനോദുഃഖത്തോടാ വന്നത്, പക്ഷെ സ്തുതി എന്ന മേലാട ധരിച്ചു വേണം ഇതിനകത്ത് നിന്ന് തിരിച്ചു പോകാൻ. വന്നത് പോലെ തിരിച്ചു പോകരുത്. നീ മനോദുഃഖത്തോടാ വന്നത്, തിരിച്ചു പോകുമ്പോൾ പടക്കുതിര പോകും പോലെ പോണം. കടഭാരമുള്ള വിഷയത്തിലാ വന്നത്. ഇന്ന് രാത്രി തിരിച്ചു പോകുമ്പോ കൊള്ള കണ്ടു കെട്ടിയവരെ പോലെ. ഇന്ന് രാത്രിയില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. എല്ലാ കെട്ടുകൾ ഇന്ന് രാത്രി പൊട്ടട്ടെ. ജനത്തെ ബന്ധിക്കുന്ന, ജനത്തെ തളർത്തിക്കളയുന്ന ഇന്ന് രാത്രിയില് എല്ലാ കെടിമതികൾ ഈ രാത്രി അഴിയട്ടെ. പൂർത്ത വ്യാപാരങ്ങള് ഇന്ന് രാത്രി ദൈവിക വിടുതൽ, ദൈവത്തിന്റെ വിടുതൽ ഉടറമല്ല ശൈതൽ വിവിക്കപരമടമല്ല. ഇന്ന് രാത്രിയില് പൂരം ദുരിതം അടക കമനപടമല്ല. ഈ രാത്രി വിടുതൽ, ദൈവിക വിടുതൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ. ദൈവശക്തികൾ ഈ രാത്രി വിടുതൽ വെളിപ്പെടും യേശുവിന്റെ നാമത്തിൽ. ദൈവശക്തി, ദൈവകൃപ ഇന്ന് രാത്രിയില് അഭിഷേകത്തിന്റെ ശക്തി, ദൈവാത്മാവിന്റെ വ്യാപാര ശക്തി, അഭിഷേകം ദൈവശക്തികൾ നിറങ്ങട്ടെ.
ഉടബല ബുരിബിരി ഓ തിരബല ബടബല ബിരിബിരി ഉടബല ബലബല ഓ സി 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 ബല 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 ഉടബല ബിരിബിരി തിരബല ബടബല അടകൽ കലക സി 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 ഉടബല ബല ബല ടി 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 തര ബല ബല ബിരിബിരി ഓ നിഗദല ഘടക വിടുതൽ വിടുതൽ ഉടബല ബല ബി 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 ഉടബല ബല ബല തല ഘടകല ഘതുര ബി 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 ഉടബല ബല ബല ഇരബച്ച സിസി ഇക്കറ്റിബി പരഹിബി ഉടബ ജീവ ഈവര ഉട ഈര ബിരിബിരി ഉടബല ബലബ ബിരിബി കവര ഉടബല വിരബല തി 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 ഉടബല ബല ഉടബല വിരിബിരി ബല 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 വിരബ വിരി വിരബല ഉടബല ബല വിരബല ബൗഷ ഓ വിരി കവര ബല വിരബ ചൈതൽ ഉടബല വിരി വിര തുരി പ്രബല ഉടബ ചൈതൽ ഓ ജീസസ് ഉടാരബ ചബരബല ബല ഇമനബട ബല ബട ബല വിരിബിക ബട ബട ബല ബല വിരിബിക ബട ബട ബല ഊറബ ശൈതൽ കമന ബട ബല കെട്ടുകൾ പൊട്ടട്ടെ അഭിഷേകത്തിന്റെ ശക്തി സൃഷ്ടി നിമിത്തം നുക തകരട്ടെ Jesus. ഓ ദൈവത്തിന് മകത്ത് ജനത്തെ അനുഗ്രഹിക്കുന്നു ജനത്തെ അനുഗ്രഹിക്കുന്നു ജനത്തെ അനുഗ്രഹിക്കുന്നു സഭയെ അനുഗ്രഹിക്കുന്നു കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു വ്യക്തികളെ അനുഗ്രഹിക്കുന്നു ഉടമല ദുരുവിക ബല ഓ ജീസസ് കരമുയർത്തി ഹല്ലേലൂയ പാട ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാട 8:30 ദൈവദാസൻ പകൽ ഓർപ്പിച്ചത് കൃത്യസമയത്ത് നിർത്തുക. ദൈവം അനുവദിച്ചാൽ ഇതിന്റെ ഭാഗ്യഭാഗമൊക്കെ ദൈവകൃപയെ ശരണപ്പെട്ട് പിന്നീട് ചിന്തിക്കാം. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മുമ്പേ ഓർപ്പിച്ചതുപോലെ നാളെ 5 മണിക്ക് തിരുവല്ലാഹപ്പുറം ചർച്ചിൽ സ്പെഷ്യൽ മീറ്റിംഗ്. താല്പര്യമുള്ള എല്ലാവരും കടന്നു വരിക. ദൈവം നിങ്ങളെ സഹായിക്കും.